ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, നമ്മുടെ ചർച്ച ഒരു ഈസ് ദർ സംതിങ് കോൾഡ് ഡിജിറ്റൽ എപ്പിസ്റ്റമോളജി ഓർ സോഫ്റ്റ്വെയർ എപ്പിസ്റ്റമോളജി എന്നാണ്. അപ്പോൾ ഇങ്ങനൊരു ചർച്ച വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഒരാളെ മെൻറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. മറ്റേ ഇപ്പോൾ ഒരു ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അയാളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള സ്ഥാനത്ത് നിന്ന് തുടങ്ങിയതാണ്. ഇനി ഇപ്പോ ചുറ്റുപാടുള്ള കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ മെൻറ്ററിങ്ങിന് വിളിക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം, അതായത് എങ്ങനെ ഒരു എന്താ പറയുക ലാക്ക് ഓഫ് നോളജ് ഓഫ് എപ്പിസ്റ്റമോളജി ലേണിങ്ങിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളത് ഈസ് ആൻ ഇഷ്യൂ ഈവൻ ബിഫോർ ദി AI റെവല്യൂഷൻ ഓർ സോ കോൾഡ് AI റെവല്യൂഷൻ. വിത്ത് ദി അഡ്വെന്റ് ഓഫ് AI റെവല്യൂഷൻ വരും തലമുറയെ എന്ത് പഠിപ്പിക്കുക എന്നുള്ളതും ഒരു വലിയൊരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് അതിനെ ഡിജിറ്റൽ എപ്പിസ്റ്റമോളജി എന്ന് വിളിച്ചത്. അതായത് ഈ എപ്പിസ്റ്റമോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് ഒരു ടൈം ഇമ്മമറിയൽ ആയിട്ടുണ്ട്. ഇപ്പൊ പ്ലാറ്റോന്റെ കാലത്ത് ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ്, അതാണ് അതിന്റെ ക്രൈറ്റീരിയ ആയിരിക്കണം. അതായത് ബിലീഫ് ഉണ്ടായിരിക്കണം, അത് ട്രൂ ആയിരിക്കണം, അത് ജസ്റ്റിഫിക്കേഷൻ വേണം. പക്ഷേ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എഡ്മണ്ട് ഗട്ടിയർ എന്നൊരാള് 1960s അയാൾക്ക് വേറെ പേപ്പർ ഒന്നും എഴുതാനുള്ളത് സമയത്ത് പുള്ളി ഒരു ഗെറ്റിയർ പ്രോബ്ലം എന്നൊരു പ്രോബ്ലമായിട്ട് പുള്ളി വരികയാണ് ചെയ്തത്. അങ്ങനെ കുറെ കൗണ്ടർ എക്സാമ്പിൾസ് വേർ ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് ഇസ് ഡസൻ റെപ്രസെന്റ് ആബ്സല്യൂട്ട് ട്രൂത്ത് എന്നുള്ളതാണ് പുള്ളി കാണിച്ചത്. അപ്പോൾ ഈ ഗെറ്റിയറിന്റെ പേപ്പറിന്റെ 50ാം വാർഷികമൊക്കെ ഈ ഇടയ്ക്ക് ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നടത്തുകയുണ്ടായി. എന്നിട്ട് അതിന് ഗെറ്റിയർ ഒന്നും പോയൊന്നുമില്ല, കാരണം അയാൾ ഒരു ആക്സിഡന്റലി എഴുതിയൊരു പേപ്പറാണ്. പക്ഷേ എപ്പിസ്റ്റമോളജിയെ എന്നേക്കുമായിട്ട് എഡ്മണ്ട് ഗെറ്റിയർ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ എപ്പിസ്റ്റമോളജിയിൽ സയന്റിഫിക് നോളജിനെ കുറിച്ചൊക്കെ കുറച്ച് സ്റ്റഡി ഉണ്ട് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ. അതിൽ ഫാൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സയൻസും റിലീജിയനും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ രണ്ടും ലോകത്തെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നോക്കുന്നത്. ഒരെണ്ണത്തിന് ഫാൾസിഫയബിലിറ്റി ഉണ്ട്, അതായത് മറ്റേ സയൻസിന്, മറ്റേന് ഇതില്ല. അപ്പൊ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് നോളജ് ആണ്. അപ്പൊ ഡിജിറ്റൽ വേൾഡിൽ അതെങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യേണ്ടി വരുമോ? ഇനി AI വരുമ്പോൾ ഇപ്പൊ ഇതൊക്കെ കാർബൺ ബേസ്ഡ് ഇന്റലിജൻസ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഇന്റലിജൻസിനെ കുറിച്ച് സ്റ്റഡി നടത്താനാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന സബ്ജക്ട്. മേ ബി അൺടിൽ 1970, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള സീരിയസ് റിസർച്ച് നടത്തിയപ്പോൾ ഫിലോസഫിയുടെ ഭാഗമായിട്ട് എപ്പിസ്റ്റമോളജിയിലും ഡിജിറ്റൽ ടെക്നോളജി, അതിന്റെ ലേണിംഗ് എനേബിൾമെന്റ്, അതിനെക്കുറിച്ചൊക്കെ ഇതുണ്ട്. ഇനിയിപ്പോ എപ്പിസ്റ്റമോളജി ഒരു ഭാരതീയ സങ്കല്പത്തിൽ പറയുകയാണെങ്കിൽ ജ്ഞാന സിദ്ധാന്തം എന്നാണ് അതിനെ പറയുന്നത്. അതിൽ ഇപ്പോ പ്രമാണങ്ങളുണ്ട്, അതായത് പ്രത്യക്ഷം അഥവാ പെർസെപ്ഷൻ, ഇൻഫറൻസ് അഥവാ അനുമാനം, പിന്നെ ശബ്ദം അഥവാ എക്സ്പെർട്ട് ടെസ്റ്റിമോണി, ഉപമാനം അഥവാ ആനോളജി, അർത്ഥപതി അഥവാ പോസ്റ്റുലേഷൻ, അനുപലബ്ധി അഥവാ ആബ്സലൻസ്. ഇങ്ങനെ 6 പ്രമാണങ്ങൾ അദ്വൈത വേദാന്തത്തിനുണ്ട്. അപ്പോൾ വെസ്റ്റേൺ എപ്പിസ്റ്റമോളജിയും ഇന്ത്യൻ എപ്പിസ്റ്റമോളജിയും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഈ ലോജിക്കൽ അധിഷ്ഠിതമാണ് മോഡേൺ എപ്പിസ്റ്റമോളജി ഇൻ ദ വെസ്റ്റ്. ഒരു കുറച്ചും കൂടി ഒരു മെറ്റാഫിസിക്കൽ ഡയലക്ടിക്കൽ തലത്തിലാണ് വേദാന്തത്തിന്റെ എപ്പിസ്റ്റമോളജി. അപ്പോൾ ഒരു സയന്റിഫിക് റിസർച്ചിന് ഈ വേദാന്തത്തിന്റെ 6 എണ്ണത്തില് പ്രത്യക്ഷത്തിനും, അതായത് പെർസെപ്ഷനും, എക്സ്പെരിമെന്റ്സിനും, ഡിഡക്റ്റീവ് ഇൻഫറൻസിനും മാത്രമേ മോഡേൺ സയൻസിൽ താല്പര്യമുള്ളൂ. അതായത് ഇപ്പൊ ന്യൂട്ടൺ പറഞ്ഞുകൊണ്ട് ശാസ്ത്രമാവണമെന്നില്ല എന്നൊക്കെ രവീന്ദ്ര മാഷി പറഞ്ഞ മാതിരി എക്സ്പെർട്ട് ടെസ്റ്റിമോണി ഒരു ഡ്യൂബിയസ് ആണെന്നും, പ്രൂവിംഗ് ബൈ അനലോജി ഫ്രോഡ് ആണെന്നും, പോസ്റ്റുലേഷൻ ക്യാൻ ബി റോങ് ഇഫ് ആക്സിയംസ് ക്യാൻ ബി റോങ് ആണെന്നും, ആബ്സെൻസ് കനോട്ട് ബി കൺസിഡർ ആസ് എ സോഴ്സ് ഓഫ് നോളജ് എന്ന് വെസ്റ്റേൺ എപ്പിസ്റ്റമോളജി പറയുന്നു. അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചർവാകന്മാർ എന്ന് പറയുന്ന ഇന്ത്യൻ ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് പെർസെപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇൻഫറൻസും ബാക്കിയുള്ള സ്കൂൾ ഓഫ് തോട്ട് ഒന്നും കറക്റ്റ് അല്ല എന്നാണ്. സാങ്ക്യ ഫിലോസഫി പറഞ്ഞത് പെർസെപ്ഷനും ഇൻഫറൻസും സോഴ്സ് ആണെന്ന് പറഞ്ഞു. യോഗ പറഞ്ഞിരുന്നു പെർസെപ്ഷൻ, ഇൻഫറൻസ്, ആനോളജി, എക്സ്പെർട്ട് ടെസ്റ്റിമണി, അല്ല പെർസെപ്ഷൻ, ഇൻഫറൻസ്, എക്സ്പെർട്ട് ടെസ്റ്റിമണി കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ന്യായ ഫിലോസഫി പറഞ്ഞു പെർസെപ്ഷൻ, ഇൻഫറൻസ്,
ഉപമാനം അല്ലെങ്കിൽ അനോളജി, എക്സ്പെർട്ട് ടെസ്റ്റിമണി പ്രമാണമായിട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പോ മീമാംസ, പൂർവ്വമീമാംസ, ഭട്ടമീമാംസ പറയുന്നത് 5 എണ്ണം, അതായത് അർത്ഥപതി അടക്കം എടുക്കാം. അതായത് പെർസെപ്ഷൻ, ഇൻഫറൻസ്, അനോളജി, എക്സ്പെർട്ട് ടെസ്റ്റിമണി, പോസ്റ്റുലേഷൻ, അങ്ങനെ 5 എണ്ണം എടുക്കാം. വേദാന്തം പറയുന്നു 6 എണ്ണം എടുക്കാം. അപ്പോ ഒരു സ്റ്റഡി ഓഫ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ എപ്പിസ്റ്റമോളജി, ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പ്രോഗ്രാമിംഗ് സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വരുമ്പോൾ വെസ്റ്റേൺ എപ്പിസ്റ്റമോളജി, മറ്റേ ഹ്യൂമൻ അഫെയർസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരുമ്പോൾ ഞാൻ ഈസ്റ്റേൺ എപ്പിസ്റ്റമോളജിയാണ് പലപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഈ എപ്പിസ്റ്റമോളജി അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും പലപ്പോഴും ലാക്ക് ഓഫ് നോളജ് ഓഫ് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ ഈ പറഞ്ഞ ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ്, ഫാൾസിഫയബിലിറ്റി, ഗെറ്റിയർ പ്രോബ്ലം, പിന്നെ പ്രമാണങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ പെർസെപ്ഷൻ, ഇൻഫറൻസ്. അപ്പൊ ഇൻഫറൻസ് തന്നെ ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്, അബ്ഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്, മറ്റേ ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിപ്പോ ഇത്രയും ഞാൻ പറഞ്ഞത് കാർബൺ ബേസ്ഡ് ഇന്റലിജൻസ്, ഹ്യൂമൻ ഇന്റലിജൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതുള്ള ഒരു ഹ്യൂമൻ പല സിസ്റ്റങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളതാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഏജൻസി എന്ന് പറയുന്ന സാധനം എക്കണോമിക് ഏജൻസി എന്നാണ്. അപ്പോൾ വാട്ട് ഈസ് എപ്പിസ്റ്റമിക് ഏജൻസി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഹ്യൂമന്റെ കാര്യം പറഞ്ഞത്, ഇറ്റ് ഈസ് അവർ കപ്പാസിറ്റി ടു ഫോം, മെയിൻറ്റെയിൻ, റിവൈസ് ബിലീഫ്സ് ത്രൂ ക്രിട്ടിക്കൽ എൻക്വയറി ആൻഡ് റിഫ്ലക്ഷൻ. അതായത് സെൽഫ് റിഫ്ലക്ഷൻ, അതായത് ഇൻട്രോസ്പെക്ഷൻ വഴിയോ എന്താ പറയുക, നിരൂപണാത്മക അന്വേഷണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യാന്നല്ല, വിമർശമാണ്. അതായത് ഈ ഒരു വിമർശ്യ ബുദ്ധിയോടെ സെൽഫ് റിഫ്ലക്റ്റിംഗ് ആയിട്ട് ബിലീഫ് സിസ്റ്റം പുതിയ ഫാക്ട്സ് വരുമ്പോൾ റിവൈസ് ചെയ്യുന്നതിനാണ് എപ്പിസ്റ്റമിക് ഏജൻസി. അത് 2 രീതിയിലുണ്ട്. ഒന്ന് പോസിറ്റീവ് രീതിയിൽ നിങ്ങൾക്ക് ഫാക്ട്സ് അക്യുമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബയേസിയൻ രീതിയുണ്ട്. അതായത് നിങ്ങളൊരു കറണ്ട് ബിലീഫ് സിസ്റ്റം വെക്കുന്നു, പുതിയ ബിലീഫ് സിസ്റ്റം മറ്റേ ഫാക്ട്സ് വരുമ്പോൾ ബിലീഫ് സിസ്റ്റം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ബേസിയൻ ബിലീഫ് സിസ്റ്റമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അഭികാമ്യം. കാരണം ഇപ്പൊ മൊട്ടായറോണൊക്കെ പറഞ്ഞ മാതിരി സത്യാനന്തര കാലഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വാറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്താ പറയാ, ബോത്ത് സൈഡ്സ് വേർ റിസോർട്ടിങ് ടു പ്രൊപ്പഗാൻഡ. അപ്പോൾ വിച്ച് വൺ ടു ബിലീവ് ആൻഡ് വാട്ട് ഈസ് ദ റിയാലിറ്റി എന്നുള്ളത് നമുക്കറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു ബയേസിയൻ അപ്രോച്ചാണ് നല്ലത്, rather than കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്. കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എപ്പോഴും ഒരു എന്താ പറയാ, ഒരു കൺഫർമേഷൻ ബയാസിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ എപ്പിസ്റ്റമിക് ഏജൻസി ഹ്യൂമൻ ഉണ്ട് എന്തായാലും, തീർച്ചയായും. അങ്ങനെയാണ് ഈ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കരിയർ ഗ്രോത്തും ഒക്കെ ആൾക്കാർ പ്ലാൻ ചെയ്യണേ. പക്ഷേ എന്താ പറയാന്ന് വെച്ചാൽ, വെൻ മെഷീൻസ് ആൻഡ് ഓട്ടോമേറ്റ ടേക്സ് ഓവർ ദ വേൾഡ്, വാട്ട് ഷുഡ് ബി ലേൺ? അപ്പോൾ AI യുഗമാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഇപ്പൊ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു വേൾഡില് മെഷീൻസും ഓട്ടോമേഷനും മറ്റേ വേൾഡിലെ ഹ്യൂമൻസ് ചെയ്തിരുന്ന പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ ഇവിടെ വി ആർ മേക്കിംഗ് ആൻ അസംഷൻ ദാറ്റ് ഇഫ് AI ഡൊമിനേറ്റ്സ് ദ വേൾഡ്, ഈ എപ്പിസ്റ്റമിക് ഏജൻസി എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ സെൻട്രിക് ട്രേറ്റ് ആണ്. അപ്പൊ ആ ട്രേറ്റിന് ഇടിവ് വരുമോ? ഇതാണ് ഈ വരുംകാല വിദ്യാഭ്യാസ എന്താ പറയാ, എഡ്യൂക്കേഷണൽ തിങ്കേഴ്സ് അവര് ചിന്തിക്കേണ്ട കാര്യം. അപ്പോ ഈ എന്താ പറയാ, എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആർ ടൈലർഡ് ഫോർ ഹ്യൂമൻ സെൻട്രിക് വേൾഡ്. അതായത് തീർച്ചയായും, അതായത് ഒരു മോഡേൺ ബ്രോഡ് ബേസ്ഡ് എഡ്യൂക്കേഷൻ, നമ്മുടെ ഇൻഡസ്ട്രി മിനിസ്റ്റർ P. രാജീവ് പറഞ്ഞ മാതിരി സാർവഭൗമിക വിദ്യാഭ്യാസം ഒരു ക്യാപിറ്റലിസ്റ്റ് സരണിയുടെ ഒരു പ്ലോട്ടാണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 9 തരം ഇന്റലിജൻസ് ഉണ്ട്, നമ്മൾ വേറൊരു സെഷനിൽ കണ്ടുപിടിച്ചിരുന്നു. അപ്പോ ഇപ്പൊ ആമസോൺ കാടുകളിൽ ജീവിക്കാൻ വേണ്ടി അബ്സ്ട്രാക്ട് ആൾജിബ്രയോ കാൽക്കുലസ് പഠിച്ചിട്ട് കാര്യമില്ല, അവിടെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ് കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോ അതേമാതിരി തന്നെ ഇപ്പോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ് ഇന്റലിജൻസിന്റെ നീഡ് വാരി ചെയ്യുന്നു. അപ്പോ ഈ സാർവലൗകിക വിദ്യാഭ്യാസം എല്ലാവരും എഴുത്തും വായനയും പഠിക്കുക, സാക്ഷരത, ഇപ്പൊ കേരളത്തിൽ തന്നെ സമ്പൂർണ്ണ സാക്ഷരത എന്ന് ശ്രീനിവാസൻ കള്ളിയേക്കേണ്ടിയൊക്കെ വന്നു. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പൊ ഒരു ഹ്യൂമൻ സെൻട്രിക് വേൾഡിന് വേണ്ടിയാണ്. അത് ഗവൺമെന്റ്സിന് ഒബീഡിയൻ സർവന്റിനെയും അവിടുത്തെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പുള്ളൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ
ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനത്തെ. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ബ്രോഡ് ബേസ്ഡ് എഡ്യൂക്കേഷൻ സ്ക്രൂഡ് അപ്പ് ആണെന്നുള്ളത് എല്ലാവരും, ഈവൻ ഇൻ അമേരിക്ക, യൂറോപ്പ്, എല്ലായിടത്തും അങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഈ ഇപ്പൊ നമുക്ക് എന്തായാലും ഈ ഹ്യൂമന് ആബ്സല്യൂട്ട് കൺട്രോൾ ഓവർ സ്കീം ഓഫ് തിങ്സ് ഇനി വരും ദിവസങ്ങളിൽ കുറഞ്ഞു വരാൻ ചാൻസ്. അപ്പൊ എപ്പിസ്റ്റമിക് ഏജൻസിയുടെ പ്രസക്തി, അതേമാതിരി തന്നെ ഏജന്റ് ജസ്റ്റ് ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പായി മാറാൻ ചാൻസ് ഉള്ള കുറെ സിസ്റ്റങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേൾഡിൽ എങ്ങനെയാണ് എ ഐ ഇവോൾവ് ചെയ്യാൻ പോണേ? അപ്പൊ ഈ എന്താ പറയാ, വിൽ എ ഐ ഓഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ പണ്ട് പ്രോഗ്രാം ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ പുസ്തകം നോക്കിയാൽ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോഡ് ഗുരു, കോഡ് പ്രൊജക്ട് മാതിരിയുള്ള ഓൺലൈൻ ഫോറംസും ആർട്ടിക്കിൾസും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി സൈറ്റ്സ്, ഇപ്പോൾ ASP.NET അങ്ങനെ ഓരോ സ്പെസിഫിക് സാധനങ്ങൾക്ക് വന്നു. പിന്നെ സ്റ്റാക്ക് ഓവർഫ്ലോ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബ് വീഡിയോസ്, സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞപ്പോൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി അതൊരു ഓഗ്മെന്റേഷൻ ഡിവൈസ് ആയിട്ട് ഇത് ചെയ്യാണ്. AI ഓഗ്മെന്റ് ചെയ്യാനാണോ വേണേ, അതേ പാർട്ട്ണർ ആവുകയാണോ ആണ്, അതെയോ AI ഇപ്പൊ വൈപ്പ് കോഡിങ്ങിലോട്ട് നമ്മൾ വേൾഡ് പോവുക, വിച്ച് വൺ ഇസ് എ പോസിബിലിറ്റി? അത് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്: AI ആസ് എൻ ഓഗ്മെന്റേഷൻ ഡിവൈസ്, AI ആസ് എ പാർട്ട്ണർ, AI ഡൊമിനന്റ് വേൾഡ്. പിന്നെ എന്താ പറയാ, എങ്ങനെയാണ് ഇപ്പോ ആൽവിൻ ടോഫ്ലർ 1970 ഒരു ഫേമസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേര് ഫ്യൂച്ചർ ഷോക്ക് എന്നാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഇൻഫർമേഷൻ റവല്യൂഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ മനുഷ്യൻ ചേഞ്ച് ആയിട്ട് കോപ്പപ്പ് ചെയ്യേണ്ടതെന്നാണ് ആ പുസ്തകം എന്താ പറയാ മുന്നോട്ട് വെച്ച ആശയം. അത് ഈവൻ നൗ അതൊരു പ്രത്യേക രീതിയിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ട ബുക്കാണ് ദ ഫ്യൂച്ചർ ഷോക്ക്. അപ്പൊ അതേമാതിരി ഇപ്പൊ സോഷ്യൽ കോൺസിക്വൻസസ് ഉണ്ട്. എങ്ങനെയാണ് ഈ AI ഓഗ്മെന്റഡോ പാർട്ട്ണറോ ഡൊമിനന്റ് വേൾഡിൽ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. AI ആസ് എൻ ഓഗ്മെന്റേഷൻ ഡിവൈസ് ഷുഡ്. അപ്പൊ ഈ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ChatGPTയുടെ ആദ്യ കാലങ്ങളിലേക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലം, ലോജിക്കൽ പസിൽസ്, അതിലൊക്കെ ഇത്തിരി വീക്കാണ്, വിഷ്വൽ ലെവലിലൊക്കെ വീക്കാണെന്നുള്ളതായിരുന്നു. പക്ഷേ സ്ലോലി ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിങ്ങൾക്കൊരു എന്താ പറയാ, ഇഫ് യു ആർ നോട്ട് പോസിങ് ആൻ ഇന്ററാക്റ്റീവ് പ്രോബ്ലം, മാത്തമാറ്റിക്സും ലോജിക്കും സ്റ്റാറ്റിസ്റ്റിക്സും ഇപ്പോൾ കോപ്പൈലറ്റ് ഒക്കെ നല്ല റിസൾട്ട് തരുന്നുണ്ട്. ഇപ്പൊ സ്ലോലി അപ്പൊ അങ്ങനെ ഒരു വേൾഡിൽ മാത്തമാറ്റിക്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ലോജിക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഇവിടെ വി ആർ മേക്കിംഗ് ആൻ അസംഷൻ ദാറ്റ് ഫോർ ഗുഡ് ബീയിങ് എ ഗുഡ് അനലിറ്റിക്കൽ തിങ്കർ, ഇൻ ഓർഡർ ടു ഡിസൈഫർ ദ വേൾഡ്, people should know mathematics, which is a deductive subject, and logic as well. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഇൻഡക്റ്റീവ് സബ്ജക്റ്റ് ആണ്. നമുക്ക് സാമ്പിളിൽ നിന്ന് പോപ്പുലേഷനിലോട്ട് നമുക്ക് എന്താ പറയാ ജനറലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെന്തോരം പഠിക്കണം? ഇപ്പൊ കേട്ടാ തോന്നും ഇപ്പോൾ അത് നന്നായി പഠിക്കുന്നുണ്ടെന്ന്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അൺഫോർച്ചുനേറ്റ്ലി കോളേജ് കരിക്കുലം എക്സ്പെക്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്സിന്റെ കമ്പ്യൂട്ടേഷണൽ കോൺസിക്വൻസ് ആണ്. ഒരു മാത്തമാറ്റിക്കൽ മോഡലിങ്ങോ റെപ്രസെന്റേഷനോ ഇന്റർപ്രിട്ടേഷനോ റീസണിങ്ങോ അധികം എംഫസൈസ് ചെയ്യുന്നില്ല. ഇനി എംഫസൈസ് ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോൾ മാത്തമാറ്റിക്സ് ഒരു ഐച്ഛിക വിഷയമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിച്ചാലേ ഇപ്പോ എന്താ പറയാ, ഈവൻ കോംപ്ലക്സ് അനാലിസിസ്, റിയൽ അനാലിസിസിന്റെ ഒക്കെ പിന്നെ ഈ മാത്തമാറ്റിക്കൽ ലോജിക്കിലോട്ടൊക്കെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സിലോട്ട് പോകുന്നുള്ളൂ. ഇപ്പൊ ലോജിക് ആണെങ്കിലും ഓക്കെ, ഒരു ബേസിക് പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കായി എന്നാണ് പറയുന്നത്. അപ്പോൾ AI വരുമ്പോൾ ഈ ട്രെൻഡ് കൂടുതൽ കൂടും. അപ്പോൾ ഒരു ബേസിക് കർസറി അണ്ടർസ്റ്റാൻഡിങ് മതിയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വാട്ട് അബൌട്ട് ഹാർഡ് സയൻസ് ലൈക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്? അപ്പോ ഇപ്പൊ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പണ്ട് എന്താ പറയാ, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വായിക്കുക, അല്ലെങ്കിൽ ഫെയ്ൻമാൻസ് ലെക്ചേഴ്സ് ഓൺ ഫിസിക്സ് വായിക്കുക, അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഇപ്പൊ കുറച്ചുകൂടി ഒരു പോപ്പുലർ വെർഷൻ ആണെങ്കിൽ 1, 2, 3 ഇൻഫിനിറ്റി വായിക്കുക. അങ്ങനത്തെ ആധികാരിക ഗ്രന്ഥങ്ങളും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനൊരു സ്ഥലത്ത് ജനറേറ്റീവ് മോഡൽസിന് നല്ല ഈ
ആ സമയത്ത് അതായത് ഓൺ ദ ഫ്ലൈ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് പ്രീഫെച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പോ ഹ്യൂമാനിറ്റീസിനാണോ കൂടുതൽ പഠിക്കേണ്ടത്? അതായത് ഈ എന്താ പറയാ, ഈ സോഷ്യോളജി, സൈക്കോളജി, ഫിലോസഫി, ഇതാണ് എന്താ പറയാ ഒരു ജ്ഞാന സിദ്ധാന്തപരമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇനിയിപ്പോ AI പാർട്ട്ണർ ആണെങ്കിൽ വേർ വൺ ഷുഡ് ലേൺ ആൻഡ് വേർ ഏജന്റ്സ് വിൽ ടേക്ക് ഓവർ. അപ്പൊ ഏജന്റിക് AI, അതായത് ഇപ്പോ പണ്ട് നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഒരു മിഷൻ, ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും, ഒരു കമ്പനിക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, അതിൽ സെറ്റ് ഓഫ് മറ്റേ ഫങ്ഷൻസിനെ ഒരു ഏജൻസി ഡിഫൈൻ ചെയ്യും, ഏജൻസിയിലെ ഏജന്റ് ഫൈൻഡ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കും. അപ്പോൾ പണ്ട് ഒരു സിസ്റ്റത്തിൽ നമ്മുടെ അസോസിയേറ്റഡ് ആൾക്കാരും ഹ്യൂമൻ ഏജൻസ് ആയിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ അത് ഒരു ഓട്ടോമേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഷുറൻസ് ബിസിനസ് ഡൊമെയിനിലുള്ള ഒരു AI ഏജന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഹൗ മച്ച് ഓണ്ടോളജി ഓഫ് ഇൻഷുറൻസ് വൺ ഷുഡ് ലേൺ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് പാർട്ട്ണർ ആകുമ്പോൾ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓഗ്മെന്റ് ചെയ്യാനാണ്, അതായത് AI ടൂൾസ് ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെ ലോജിക്കൽ ആൻഡ് എന്താ പറയുക ലോജിക്കൽ, സയന്റിഫിക് ആൻഡ് ഫിലോസഫിക്കൽ നോളജ് വേണമെന്നുള്ളതാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഷെയറിംഗ് ഇതുണ്ട്. AI agency is not a panacea for one's ignorance. It should automate. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈവൻ പ്രോഗ്രാമിംഗിൽ തന്നെ ആദ്യകാലങ്ങളിൽ വെൻ C was the dominant language, people used to craft everything from scratch. പിന്നെ സോഫ്റ്റ്വെയർ ലൈബ്രറീസ് വരാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ API കൺസ്യൂം ചെയ്താൽ മതി. API എന്ന് പറഞ്ഞ സാധനം അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഇന്റർഫേസ് ആണെങ്കിലും പല ആൾക്കാരും അതിനെ ആവറേജ് പ്രോഗ്രാമർ ഇന്റർഫേസ് ആയിട്ട് കണക്കാക്കുകയും, അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഈ നമ്മുടെ ഇഗ്നറൻസ് അകറ്റാൻ വേണ്ടി API ഉപയോഗിക്കുന്ന കാര്യമായി. പക്ഷെ ശരിക്കും പറഞ്ഞ നമ്മൾ API ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഷുഡ് help us to focus on the task at hand or the system at under development. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്ററേറ്റ് കൺസ്യൂമർ അല്ലെങ്കിൽ ട്രേഡ് ഓഫ്സും മറ്റേതൊന്നും അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇതന്നെ. പിന്നെ ഹാപ്ലെസ് ഹ്യൂമൻസ് ആൻഡ് ദെയർ ഡിസബഡിയന്റ് സ്ലേവ് ഹൂ ആക്ട്സ് ലൈക്ക് എ മാസ്റ്റർ. അതായത് ഈ ഹാപ്ലെസ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഇല്ലാത്ത ഹ്യൂമൻസ്. അതായത് ഇപ്പൊ നിങ്ങൾ പ്രോപ്പർലി ഇപ്പൊ നിങ്ങൾ ഏജന്റിക് AI അല്ലെങ്കിൽ ആ ഏജന്റ് അത് ഏത് ഡൊമൈനെയാണ്, അത് മൾട്ടി മോഡൽ ഏജന്റ് ആണെങ്കിൽ അത് തരുന്ന റിസൾട്ട് അതിന് കാറ്റസ്ട്രോഫിക് ഫോർഗറ്റിംഗ് ഉണ്ടോ, ഹലൂസിനേഷൻ ഉണ്ടോ, ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ AI ക്യാൻ എന്താ പറയാ റിപ്പോർട്ട് റോങ് തിങ്സ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ എന്താ പറയാ, ഹൗ വിൽ യു ട്രസ്റ്റ് ഇറ്റ്? ഇപ്പൊ തന്നെ ഒരാൾ പറയുമ്പോൾ അയാളുടെ കോമ്പറ്റന്റ് അതോറിറ്റി എന്താണ്, റെഫറൻസ് എന്താണ്, ഡാറ്റ പോയിന്റ്സ് എന്താണ് നമ്മൾ നോക്കണം. അപ്പോ ഇവിടെ ഈ ഒരു എക്സ്പ്ലനേറ്ററി AI നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. AI വർക്ക്സ് ആൻഡ് നോബഡി നോസ് വൈ ഇറ്റ് വർക്ക്സ്. ഓക്കെ, അപ്പോ അതാണ് AI ആസ് എ പാർട്ട്ണർ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അതായത് ഈ ഓഗ്മെന്റേഷൻ ഡിവൈസ് ആകുമ്പോൾ ഹൗ വെൽ വി ക്യാൻ ബിക്കം ദ മാസ്റ്റർ ഓഫ് ഇറ്റ്. പിന്നെ ഒരു ടീം പ്ലെയർ, അതായത് കൂടെ ഒരു എന്താ പറയാ ഒരു പിയർ ആയിട്ട് എങ്ങനെ AI ടൂൾസിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഓക്കെ, ആസ് പീപ്പിൾ സേ AGI അല്ലെങ്കിൽ അതൊക്കെ വരുവാണെങ്കിൽ ഓക്കെ, സൂപ്പർ ഇന്റലിജൻസ് വരുവാന്ന് വിചാരിക്കുക, AI ഡൊമിനന്റ് വേൾഡ് ആണെങ്കിൽ. അപ്പൊ ഹൗ ടു ബി, ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഓട്ടോമേഷന്റെ മുന്നിൽ സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യുക? അതായത് മനുഷ്യർക്ക് സെക്കൻഡ് ഫിഡിൽ പ്ലേ ചെയ്യാൻ ഒരു വളരെ വിമുഖത ബൈ ടെമ്പർമെന്റ് ഉണ്ട്. അത് ഫെല്ലോ ഹ്യൂമൻ ബീങ്ങിനോടാണ്. മെഷീൻ ആണെങ്കിൽ ആൾക്കാർ കോപ്പപ്പ് ചെയ്യോ? ഫിലോസഫിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് മാൻ ആസ് എ സബ്സിഡിയറി എൻറ്റിറ്റി ടു മെഷീൻ. അപ്പോൾ ഇത്രയും കാലം ആൾക്കാരുടെ വേൾഡ് വ്യൂ, എല്ലാ സിസ്റ്റവും, അതായത് എല്ലാത്തിനും ഒരു ടൂൾ അപ്രോച്ചോടെ കണ്ടിരുന്നത്. എവറിത്തിങ് ഇസ് എ ടൂൾ വിച്ച് വിൽ ഓഗ്മെന്റ് അവർ കപ്പാസിറ്റി. ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മുടെ എന്താണ് ലാംഗ്വേജ് ആൻഡ് തോട്ട്, ആ ആസ്പെക്റ്റിൽ നമ്മളെക്കാൾ സ്മാർട്ട് ആയിട്ടില്ല. ഇപ്പൊ എന്തായാലും ഒരു ശരാശരി വ്യക്തിയെക്കാളും ഇപ്പൊ നമ്മളൊരു എക്സാം ഇടുകയെന്ന് വിചാരിക്കുക, അതായത് ഒരു ഒബ്ജക്റ്റീവ് അതോറിറ്റി, മറ്റേ മൾട്ടി മോഡൽ മോഡൽസ് ആയ കാരണം ChatGPTയുടെ നോളജ് ഒന്നും ഇനിയിപ്പോ നോളജ്, സ്കിൽ, കോമ്പറ്റൻസ് ആസ് ഹ്യൂമൻസ്
മെഷർ ചെയ്യണ മാതിരിയല്ല. എഫക്റ്റീവ്നെസ് പോയിന്റ് ഓഫ് വ്യൂല് ഒരു ഏജന്റിക് എ അല്ലെങ്കിൽ ഒരു LLM മോഡലിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. ഇറ്റ് ജസ്റ്റ് ലൈക്ക് ഓക്കെ ചെസ്സിൽ നോ ഹ്യൂമൻ ക്യാൻ ബീറ്റ് എ ചെസ് മെഷീൻ. ആൻഡ് ദ ഫണി ഫാക്ട് ഇസ് ദറ്റ് the chess machine or the program doesn't even know any rule of chess. ആദ്യ കാലങ്ങളിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പൊസിഷണൽ പ്ലേക്കും പാസ്റ്റ് മാച്ചസിന്റെ പേ ഓഫും അതേമാതിരി തന്നെ പീസസിന്റെ ഇവാലുവേഷൻ വെച്ചിട്ട് ഒരു ഹ്യൂമൻസ് കളിച്ചിരുന്നതായിട്ട് ഒരു ചെറിയൊരു ബന്ധമെങ്കിലും ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടേഷൻ പവർ ഉണ്ടെങ്കിൽ ലുക്ക് ഹെഡ് കൂടും. പക്ഷേ ഇപ്പോഴത്തെ ചെസ് മെഷീൻസ് ആഫ്റ്റർ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് മെഷീൻസ് വന്നതിന് ശേഷം ഈ ചെസ്സിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത പ്രോഗ്രാമിന്റെ മുന്നിലാണ് മനുഷ്യൻ ഇന്ന് തോക്കുന്നത്. അപ്പൊ അങ്ങനെ തോക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇനിയും വേണോ? അപ്പോ ഇപ്പോഴും ഗ്രാൻഡ് മാസ്റ്റർ ചെസ് ഉണ്ട്, ആരാണ് ബെറ്റർ പ്ലെയർ? ഇപ്പൊ ഈ ചെസ്സിന്റെ the way chess is being played has changed remarkably well in the last 2 decades. Okay, അപ്പോ അതേമാതിരി തന്നെ ഈ ഇപ്പോ പീപ്പിൾ ഇൻവെസ്റ്റ് ഇയേഴ്സ് ഇൻ അക്വയറിങ് സർട്ടൺ എക്സ്പെർട്ടൈസ്. അതൊക്കെ ഒറ്റയടിക്ക് ചിലപ്പോൾ ചില ഡിസിപ്ലിൻസ് ഒക്കെ ഇത് ചെയ്ത് പോകാൻ പറ്റും. അതാണ് എ ഡൊമിനന്റ് വേൾഡിന്റെ. അപ്പോ ഒരു റാഷണൽ ചോയ്സ് എടുക്കാൻ ഹ്യൂമൻ ഏജന്റിന് ആ സമയത്ത് പറ്റുമോ? അപ്പൊ എന്താണ് റാഷണാലിറ്റി? ഇനി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രോളി പ്രോബ്ലം, അതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി ഈ ഒരു AI ഡിവൈസ് മറ്റേ ഇഫ് ഇറ്റ് ആക്ച്വലി ബ്രേക്സ് ദ നോം, ആ കമ്പനീനെ സ്യൂ ചെയ്യോ അതെയോ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ സ്യൂ ചെയ്യോ അതേ മെഷീനെ സ്യൂ ചെയ്യോ? ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്? അതിന് ലോങ് ടേം ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹൗ ടു ബി എ മ്യൂട്ട് സ്പെക്ടേറ്റർ ഇൻ ദ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് സിനാരിയോ, അതായത് ഒരു ദ്വാരപാലകനെ മാതിരി ഹാപ്ലെസ് ആയിട്ടൊരു മനുഷ്യൻ, ഈവൻ എക്സ്പേർട്ട്, ഇപ്പൊ പവർ പ്ലാന്റ് ഓട്ടോമേഷനിലൊക്കെ അതുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൺട്രോളർ നോബ് തിരിക്കുക എന്നുള്ളതാണ്. ഈ ഇപ്പോ കെമിസ്റ്റിന്റെയും ഇതിപ്പോ FSCT-യിലൊക്കെ എങ്ങനെയാണ് പണ്ട് ആൾക്കാർ വർക്ക് ചെയ്തിരുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഇപ്പോൾ ഒരു 90s തന്നെ ഓട്ടോമേഷൻ വന്നപ്പോൾ, പവർ പ്ലാന്റ് ഓട്ടോമേഷനും ഇങ്ങനത്തെ പ്ലാന്റ് ഓട്ടോമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ വർക്കിന്റെ നേച്ചർ മാറിയാണ്ടത്. അപ്പോൾ ഇത് ഫിലോസഫി, സൈക്കോളജി, ഹ്യൂമൻ നേച്ചർ, ഹ്യൂമനിസം, ഹൗ ടു അക്വയർ നോളജ് എല്ലാത്തിനും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ AI ഒരു ഓഗ്മെന്റേഷൻ ഡിവൈസ് ആയിട്ട് മാറാനാണ് ഷോർട്ട് റണ്ണിൽ ചാൻസ്. ഒരു മേ ബി ഇൻ എ ഡെക്കേഡ് AI as a പാർട്ണർ ആവാം. And I don't think that there will be an AI dominant world. If something screws up or എന്താ പറയാ സിസ്റ്റം ഇപ്പൊ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് വെച്ചിട്ട് ആയിക്കൂടാന്നില്ല. പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ ഒരു AI ഓഗ്മെന്റേഷൻ ഡിവൈസ് ആണ് ഇപ്പൊ കൺട്രി ലൈക്ക് ഇന്ത്യക്ക് നല്ലത്. കാരണം AI പാർട്ണർ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത്രയും ഹ്യൂമൻസിനെ എങ്ങനെ വെർത്ത് വൈലായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് വരുമ്പോൾ സോഷ്യൽ കോൺസിക്വൻസ് ഓഫ് AI ആൻഡ് ഹൗ ടു കോപ്പ് വിത്ത് ഇറ്റ്. ഇത് AI ഡിസ്കഷൻ അല്ല, എപ്പിസ്റ്റമോളജിയുടെ ആണ്. പക്ഷെ AI ആണ് എപ്പിസ്റ്റമിക് ഏജൻസിക്ക് ബിഗസ്റ്റ് ത്രെറ്റ് ഇൻ ദ നിയർ ടേം. അതുകൊണ്ടാണ് ഇത് തന്നെ. അപ്പോ ഇൻട്രോസ്പെക്ട് ചെയ്യാണ്, എങ്ങനെ ഇൻട്രോസ്പെക്ട് ചെയ്യാം, ക്രിയേറ്റീവ് ആണ് എങ്ങനെയാണ് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുക, ഈ എന്താ പറയാ ഈ ലിറ്ററേച്ചർ ഹ്യൂമൻ ഇമോഷൻ എങ്ങനെയൊക്കെ അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ച. അപ്പൊ ബിഫോർ ഐ ഓപ്പൺ ദ ഫ്ലോർ ഫോർ ഡിസ്കഷൻ ഒന്നുകൂടി സമപ്പ് ചെയ്യാം. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് നോളജ് ആണ്. അത് സ്റ്റഡി ഓഫ് നോളജ് പ്രോപ്പർ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് വേസ്റ്റ് ആവാറുണ്ട്. ഈ എപ്പിസ്റ്റമോളജി ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ പഠിക്കുന്നില്ലെങ്കിലും എപ്പിസ്റ്റമോളജിക്കൽ കൺസിഡറേഷൻ സിലബസ് ഉണ്ടാക്കുമ്പോഴും ലേണിംഗ് കരിക്കുലം ഉണ്ടാക്കുമ്പോഴും ആൾക്കാർ എടുക്കാറുണ്ട്. സോ അപ്പോൾ പെഡഗോഗിയിൽ ഇത് ബേക്ക്ഡ് ഇൻ ആണ്. അപ്പോൾ വി ആർ ആൾറെഡി യൂസിങ് എപ്പിസ്റ്റമോളജി ഇൻ എ പാസീവ് വേ. ഇഫ് യു നോ എപ്പിസ്റ്റമോളജി explicitly, then you will be able to refactor your knowledge better എന്നുള്ളത് ഒരു ഏജസ് ആയിട്ട്, അതായത് മേ ബി ഫോർ 2000 years humans have been doing it. പക്ഷേ ഈ വെസ്റ്റേൺ എപ്പിസ്റ്റമോളജിയിൽ ഇപ്പോൾ ബിഗസ്റ്റ് ഒരു കാലങ്ങളോളം ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് ഇസ് ദി ഓൺലി സോഴ്സ് ഓഫ് ഒബ്ജക്റ്റീവ് നോളജ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗെറ്റിയർ പ്രോബ്ലവും ഫാൾസിഫയബിലിറ്റിയുമായിട്ടുള്ള ക്രൈറ്റീരിയ വേണമെന്നും ഫിലോസഫി ഓഫ് സയൻസും പിന്നെ
ഹ്യൂമാനിറ്റീസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എപ്പിസ്റ്റമോളജിയുടെ സ്കോപ്പ് വൈഡൻ ചെയ്തു. പക്ഷേ അതിന്റെ ബെനിഫിറ്റ്സ് ഹാർഡ് സയൻസസിൽ അല്ലെങ്കിൽ ഒരു തിങ്സ് വെയർ സയൻസ് ഈസ് എംപ്ലോയിഡ് അവിടെ അധികം ഇത് ചെയ്തിട്ടില്ല. അതിപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ തന്നെ വെൻ യു സ്റ്റഡി ഡാറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അൽഗോറിതംസ് അവിടെ മറ്റേ സ്പേസ് ടൈം ട്രേഡ് ഓഫ് അനാലിസിസ്, നൊട്ടേഷൻ, പിന്നെ റെക്കറൻസ് റിലേഷൻ അങ്ങനെ മാത്തമാറ്റിക്കലി ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ വെൻ യു ആർ ആക്ച്വലി ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ, വെൻ ടീം ഫ്രം വേരിയസ് ജോഗ്രഫീസ് ആർ ഇൻവോൾവ്, അവിടെ കുറച്ചും കൂടി ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലോജിക്കിന് ബിയോണ്ട് ആയിട്ട് ചിന്തിക്കണം. അവിടെയാണ് ഈ വെസ്റ്റേൺ എപ്പിസ്റ്റമോളജിയിൽ ക്രാക്ക് വീഴുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടി വേദാന്തത്തിന്റെ ഒക്കെ ബ്രോഡർ വ്യൂ ബെറ്റർ ആയിരിക്കും. അപ്പോൾ AI വന്നപ്പോഴാണ് ഈ എപ്പിസ്റ്റമിക് ഏജൻസിക്ക് ഒരു ത്രെട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ AI ഓഗ്മെന്റ് ചെയ്യോ പാർട്ട്ണർ ചെയ്യോ ഡൊമിനേറ്റ് ചെയ്യോ എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യണേ. അപ്പോൾ ഈ സിനാറിയോയില് നമ്മുടെ നീഡ് വേറെയാണ്. ഇനി ഇതിന് ഒരു സോഷ്യൽ കോൺസിക്വൻസ് ഉണ്ട്, അതെങ്ങനെ കോപ്പപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് ഒരു പ്രൊഫഷണലിന് മുന്നോട്ട് നീങ്ങാം എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. പറട്ടെ. ഇതിലിപ്പോ ടേക്ക് ഓവർ ചെയ്യില്ല എന്നുള്ള രീതിയിൽ പഠിക്കാന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതെ. അല്ലെങ്കിൽ അപ്പൊ അതിൽ പാർട്ട്ണർ ആണോ ഓഗ്മെന്റേഷൻ ഡിവൈസ് ആണോ? ഓഗ്മെന്റേഷൻ ഡിവൈസ് ആയിരിക്കണം എന്നാണ് എൻ്റെ. അല്ല, ഇപ്പൊ ഞാനും അതിനോടാണ് ഇത് ചെയ്യണേ. പക്ഷേ ഇപ്പൊ വർക്ക് പ്ലേസിൽ AI ആസ് എ പാർട്ട്ണർ കൊണ്ടുവരാൻ കിണഞ്ഞ ശ്രമമുണ്ട്. അല്ല, ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ AI പാർട്ട്ണർ ആയിട്ട് തുടങ്ങിയിട്ട് അത് ഓഗ്മെന്റേഷൻ ഡിവൈസിലോട്ട് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടാം. വർക്ക് പ്ലേസിൽ പാർട്ണറാക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് അതിലോട്ട് ഡെലിഗേറ്റ് ചെയ്യാന്നുള്ള ഐഡിയയിലാണല്ലോ. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വൈശാഖൻ എന്നുള്ള പറയാനുണ്ട്. അതായത് ഇപ്പൊ നാട്ടില് ആൾക്കാര് ഒരാഴ്ച കൊണ്ടൊക്കെ പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യണ കാര്യമൊക്കെ പറയണതാണ്. ഏത് വൈറ്റ് കോഡിംഗ് ഒക്കെ വഴി. അപ്പൊ ഇതില് ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫർമേഷൻ ഈസിലി ആക്സസിബിൾ ആയിരിക്കുന്ന സമയത്ത് പഠിക്കണതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് അല്ലേ? അല്ല, അതുകൊണ്ട് അല്ല, അതിപ്പോ സി അവിടെയാണ് ഈ ഇപ്പൊ എന്താ പറയാ, ഈ മൂന്ന് സ്ഥലത്തും, അതായത് AI ഓഗ്മെന്റ് ചെയ്യുന്ന സ്ഥലത്തും പാർട്ട്ണർ ആവുന്ന സ്ഥലത്തും ഡൊമിനന്റ് ആവുന്ന സ്ഥലത്തും 3 രീതിയിൽ ഉള്ള പഠനമാണ് വേണ്ടത് എന്നുള്ളതാണ് ഇത്. ഇപ്പൊ എല്ലാം ഒരേ സമയം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ല, ഇപ്പൊ ഞാൻ ഒരു ഇത് ചോദിക്കട്ടെ. അതായത് ഇപ്പൊ വൈശാഖ്, എനിക്ക് തോന്നുന്നു വൈശാഖാണെന്ന് തോന്നുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൈക്രോസോഫ്റ്റിന്റെ എന്തോ ഇവോൾവ് ചെയ്യുന്ന AI എന്നുള്ള രീതിയിൽ. അതായത് അതിന്റെ കോഡ് മോഡിഫൈ ചെയ്യുകയും ബെറ്റർ ആക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണ ഒരു AI വരുമ്പോൾ ഓവർ ടൈം മിസ്റ്റേക്സ് ഓൾമോസ്റ്റ് ഇല്ലാണ്ടാവുന്ന രീതിയിലോട്ടല്ലേ പോവുക. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള പൊസിഷനിലല്ലേ എത്തിപ്പെടുക. അല്ല, അത് ഒരു ഇപ്പൊ അങ്ങനെ വരുമ്പോ എന്തൊറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പൊ റാഷണൽ ചോയ്സിന്റെ പ്രോബ്ലം വരില്ലേ? ഹ്യൂമൻ ഏജൻസിക്ക് റാഷണൽ ചോയ്സ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാർ മാത്രം പോരെ അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ? ബാക്കി അതാണ് ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ഇതിന്. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമൻ, അപ്പൊ അതിൽ ഒരു മത്സരം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾ AI ഡൊമിനന്റ് വേൾഡിൽ അല്ലെങ്കിൽ AI ഏജന്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ AI ഏജന്റ് ആയിട്ട് എങ്ങനെ സഹകരിക്കും, അല്ലെങ്കിൽ AI ഏജന്റ് എങ്ങനെ നിങ്ങൾ ബെറ്റർ ആയിട്ട് ലിവറേജ് ചെയ്യും. ഇതാണുള്ള 3 ചോദ്യങ്ങൾ. അതായത് AI ഓഗ്മെന്റേഷൻ വെച്ച് AI എങ്ങനെ നിങ്ങൾ ലിവറേജ് ചെയ്യും, AI പാർട്ണർ ആകുമ്പോൾ AI ആയിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യും, ഡൊമിനന്റ് ആകുമ്പോൾ AIനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നല്ല, സബ്സർവിയന്റ് ആയിട്ട് നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ, അതായത് ട്വീക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ എന്തായാലും
അവിടെ നോളജ് വേണ്ട എന്നാണ് ചോദ്യം. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉം. ലോകത്തിൽ ആദ്യമായിട്ടിരിക്കുക ഏതെങ്കിലും ഒരു സ്പീഷ്യസിന് അവരുടെ ഫണ്ടമെന്റൽ ആക്ടിവിറ്റീനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കിട്ടിയ. ഇതിനു മുമ്പത്തെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്നത്, അല്ലെ? അതെ. അല്ല ഞാൻ ചോദിക്കുന്ന പോയിന്റ് എന്താണെന്നറിയോ, അതായത് AI ഡൊമിനന്റ് ആവണത് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതിലേക്ക് എത്തില്ല എങ്ങനെ പോയാലും. അല്ല അല്ല അങ്ങനെയല്ല. അതിപ്പോ അതിന് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട് AI ഡൊമിനന്റ് വേൾഡ് ആക്കണമെങ്കിൽ. ഫസ്റ്റ് ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം AI ഡ്രിവൺ ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ AI ഓഗ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരാൾക്ക് ഇപ്പൊ ഒരു ഫെയർ ഒരു സിറ്റിസൺ ഇപ്പൊ ഈച്ച് വൺ അക്കോർഡിംഗ് ടു ദെയർ ഓൺ വിൽ ആൻഡ് നോളജ് ഇന്റലിജൻസ് വാട്ടെവർ, അങ്ങനെയാണല്ലോ. അപ്പോ ഒരാൾക്ക് ഇപ്പൊ പൈസ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് അൺയൂഷ്വൽ അഡ്വാൻറ്റേജ് കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു സിവിൽ വാർ സിറ്റുവേഷൻ വരില്ലേ? അതെ. AI ഓഗ്മെന്റേഷൻ ഡിവൈസ് ആണെങ്കിൽ തന്നെ. അതെ. അപ്പൊ അവിടുത്തെ ലീഗൽ ഫ്രെയിംവർക്ക് ഇപ്പൊ സൊസൈറ്റി AIക്ക് വേണ്ടി ചേഞ്ച് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ള കാര്യം. പക്ഷെ സൊസൈറ്റി വേ ഓഫ് ലൈഫ് ആൾക്കാർ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ട്, അല്ലെ? ജുഡീഷ്യൽ കാര്യങ്ങളും സോഷ്യൽ കാര്യങ്ങളും കൾച്ചറൽ ലെവലിലും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു റാമ്പന്റ് ഓട്ടോമേഷൻ ഒരു ലീഗൽ ഫ്രെയിംവർക്കിലൂടെ എല്ലാം ചെയ്ത് കഴിഞ്ഞാല് ഈ ആ ലാൻഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊളാപ്സ് ആവില്ലേ? ഇത് ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് ഈ നർബ് റണ്ടർ ചെയ്യാനുള്ള കോഡ് എഴുതുന്നതും അതായത് അതിന്റെ സജഷൻ കൊടുക്കുന്നതും AI ആണ്, എഴുതുന്നതും AI ആണെങ്കിൽ നർബ് റണ്ടർ ചെയ്യുന്ന കോഡ് യൂസർ എന്നല്ല, അതായത് ഡെവലപ്പറോ ആരാന്ന് വെച്ചാൽ അയാൾ അറിയണമെന്നില്ലല്ലോ. അതായത് അല്ല അത് കറക്റ്റാ. അതൊരു വണ്ടർഫുൾ എക്സാമ്പിൾ ആയി പോയി. അതായത് നിങ്ങളത് നല്ല കൗണ്ടറാ. അതായത് ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞുതരാം, ലൈഫിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാല് അഡ്വാൻസ് ടോപ്പിക് ഫാസ്റ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പൊ നർബ് ഇസ് എ വണ്ടർഫുൾ എക്സാമ്പിൾ വേർ ഒരു നർബ് നോൺ യൂണിഫോം റാഷണൽ ബി സ്പ്ലൈൻ എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആൾക്കാർക്ക് ആൾജിബ്രൈക് ഈക്വേഷൻ എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് അതിന് ഈ ഒരു പർട്ടിക്കുലർ പവറിന് മുകളിൽ മറ്റേ എന്താ പറയാ ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ഇല്ലാന്നും ന്യൂമറിക്കൽ സൊല്യൂഷൻസേ പറ്റുള്ളൂ എന്നും ഡിസ്കണ്ടിന്യൂറ്റി നോൺ ലീനിയർ ഫങ്ഷൻസിന് ഉണ്ടെന്നും അപ്പോ ബെസിയർ കർവ്, ബി സ്പ്ലൈൻ, റാഷണൽ ബി സ്പ്ലൈൻ, അങ്ങനെ കുറെ എന്താ പറയാ പാരാമെട്രിക് കേഴ്സിനെ കുറിച്ചൊക്കെ നോളജ് ഉണ്ടെങ്കിൽ പണ്ട് നർബ് റെൻഡർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു നർബ് റെൻഡർ സുഖമായിട്ട് അവർക്ക് മറ്റേ എന്താ പറയാ ആൾക്കാരെ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. മേ ബി ഇപ്പൊ കോപ്പൈലറ്റ് ഒക്കെ ഗിറ്റബിനെതിരെ പ്രതികരണം ചിലപ്പോ 5 നർബ് ഇംപ്ലിമെന്റേഷൻ അവിടെ കിടപ്പുണ്ടാവും. അപ്പോ അങ്ങനെ വരുമ്പോ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ പറയണത് വെച്ചാല് അവിടെയാണ് ഈ എപ്പിസ്റ്റമോളജിയുടെ ഒരു സ്ഥാനം തന്നെ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് ആൾജിബ്രായിക് ഈക്വേഷൻ എന്താന്ന് അറിഞ്ഞ് മറ്റേ ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ എന്താണെന്ന് അറിയാതെ, മറ്റേ പാരാമെട്രിക് കർവ് എന്താണെന്ന് അറിയാതെ, മറ്റേ അതിന്റെ ഈ ന്യൂവാൻസസ് ഇപ്പൊ ഓസ്ലോ അൽഗോരിതം എന്നൊരു സാധനം വെച്ചാണ് മിക്കവാറും റെൻഡർ ചെയ്യണം. അല്ലെങ്കിൽ അതെങ്ങനെ പീസ് വൈസ് ലീനിയർ ആക്കിയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നു. ബെസിയർ കർവിന് ഇപ്പൊ ഫോണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ബെസിയർ കർവ്. അപ്പൊ ആ നോളജ് ഇല്ലെങ്കിൽ എങ്ങനെ ഈ ഇപ്പൊ ഒരു സാധനം ജനറേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, സാധനം ഫങ്ഷണൽ ആണ്, അതെങ്ങനെ നിങ്ങൾ റീ എഞ്ചിനീയർ ചെയ്യും? അതാണ് എൻ്റെ പോയിന്റ് വന്നത്. അതായത് അത് എഞ്ചിനീയർ ചെയ്യണതും റീ എഞ്ചിനീയർ ചെയ്യണതും AI ആണെങ്കിൽ പിന്നെ ആളുടെ ആവശ്യമില്ലല്ലോ അവിടെ. ആള് ജസ്റ്റ് ഇന്നത് വേണം എന്ന് പറയാൻ മാത്രമല്ല ആളുടെ ആവശ്യമുള്ളൂ. അപ്പൊ അയാൾക്ക് എന്തോരം നോളജ് വേണമെന്നുള്ളതൊരു ചോദ്യമല്ലേ? അല്ല, അപ്പൊ അവിടെ അതേ ഞാൻ പറഞ്ഞേ, അതുകൊണ്ടാണ് ഇപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം ഒരു 10 years കഴിഞ്ഞ് വരും എന്നുള്ളത് കൊണ്ടാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഫണ്ടമെന്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയ ജെഫ് ഹിൻഡനും യോഷ്വ ബെഞ്ചുവയും
മറ്റേ ഫേസ്ബുക്കിന്റെ പുള്ളിയുടെ പേരുണ്ടെന്ന്, മറ്റേ യാൻ ലെക്കുണ്ണും ഒക്കെ AI എത്തിക്സും പറഞ്ഞിറങ്ങിയേക്കാണ്. അപ്പൊ ഷുഡ് ബി ഡു ഇറ്റ്, ടേക്ക് ഇറ്റ് ഫർദർ. ഇപ്പൊ ഏതാണ്ട് ഫേസ്ബുക്ക് എങ്ങാണ്ട് ഈ ഏതൊരു AI റിസർച്ച് ബിയോണ്ട് എന്താ പറയാ ഹ്യൂമൻ സെൻസിബിലിറ്റിക്ക് അപ്പുറത്ത് പോയപ്പോ നിർത്തിയില്ലേ? അതെന്തോ കമ്മ്യൂണിക്കേഷൻ രണ്ട് തമ്മിൽ ഇന്ററാക്ട് ചെയ്തിരുന്ന ചാറ്റ് ബോട്ടുകൾ എന്തോ എന്താണെന്ന് മനുഷ്യന് മനസ്സിലാവാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോ അവര് നിർത്തി. അങ്ങനെ ന്യൂസ് കേട്ടതാണ്, അത് ഒഫീഷ്യലായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ല അത് ഇപ്പൊ ഷോർട്ട് റണ്ണിൽ എന്തായാലും അത് പഠിച്ചാൽ മതിയാവും. ഏത് ഓഗ്മെന്റേഷൻ ഡിവൈസ് നിങ്ങൾക്ക് എന്തിനാന്ന് അറിയണമെന്നുള്ളത്. ഈ അപ്പൊ എനിത്തിങ് അഡ്വാൻസ്ഡ് അഡ്വാൻസ് പറഞ്ഞാൽ കൊഹറന്റ് ആയിട്ടുള്ള പക്ഷെ ഇപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് പറയാമോ? ഇപ്പോ വേൾഡിലെ മിക്ക പ്രോബ്ലവും ഇൻട്രാക്റ്റബിൾ ആണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് അൽഗോരിതം വെച്ചിട്ട് നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ജനറേറ്റീവ് AI വെച്ചിട്ട് നിങ്ങൾക്ക് NP ഹാർഡ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റൂ? അതെയോ മുണ്ടൈൻ ടാസ്ക് ആണോ മറ്റേ അത് മ്യൂട്ട് അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യം പഠിക്കാനുള്ള മടി കൊണ്ട് ഇത്രയും കാലം മനുഷ്യർ പഠിക്കാതിരുന്നതാണോ? NP ഹാർഡ് പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതിന് പകരം എന്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാലും മതിയല്ലോ. അപ്പോ അല്ല, അതാണല്ലോ P=NP എന്നൊക്കെ പറഞ്ഞത്. ഇതുവരെയായിട്ടും കൺസ്ട്രക്റ്റീവ് ആയിട്ട് പറ്റിയിട്ടില്ലല്ലോ. അതിപ്പോ നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ഇത് ചെയ്തിരുന്നില്ല, കാരണം കഴിഞ്ഞ ദിവസം ഒരു എക്കണോമിസ്റ്റ് പറഞ്ഞ കാര്യ. ഇപ്പൊ ചൈനയിലെ പല കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ അമേരിക്കയെ കാണാത്തെ? അത് എക്കണോമിക്കലി വയബിൾ അല്ല. ബട്ട് സ്റ്റിൽ ചൈനീസ് ഗവൺമെന്റ് ഹാസ് ഗോൺ ആൻഡ് ഡൺ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇവൻച്വലി വയബിൾ ആവുന്ന പറയണത്. അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതേമാതിരി ഇതിനൊന്നും ഒരു ഉത്തരവില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ അപ്പൊ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും? അപ്പൊ ഒന്നും പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം? അല്ല, ഒന്നും പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാ ഇൻഫർമേഷനും ആക്സസിബിൾ ആണ്. പക്ഷെ പക്ഷെ എല്ലാ ഇൻഫർമേഷനും ഇന്റർപ്രറ്റബിൾ ആണോ? ആവില്ലേ? ഇല്ലല്ലോ. അതെങ്ങനെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജക്കോബിയൻ എന്താണ്, ഗ്രേഡിയന്റ് എന്താണ്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഓർഡർ ടൈലർ സീരീസ് വെച്ചിട്ട് DGFS വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ചോ. അപ്പോ അതൊരു മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആണെന്നും അത് മൾട്ടി വേരിയബിൾ കാൽക്കുലസിൽ ഒരു പ്രോബ്ലം ആണെന്നും അത് വെക്ടർ ഫംഗ്ഷൻ ഓഫ് സ്കെയിലർ ഫംഗ്ഷൻ ഓഫ് എ വെക്ടർ വേരിയബിളില് ജക്കോബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെട്രിസസ് ആണെന്നും ഹെസ്സിയൻ സെക്കൻഡ് ഡെറിവേറ്റീവിനെ ആണെന്നും ഇതൊക്കെ അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യണേ? ഇപ്പൊ അതെ ഞാൻ പറയണത് ഈ ഇതായി കഴിയുമ്പോഴാണ്, അതായത് ഈ ഇൻഫർമേഷൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം പണ്ട് ഓട്ടോമേഷൻ നടക്കുമ്പേ നമ്മുടെ ഇപ്പൊ എന്താ പറയാ, മേ ബി ഓട്ടോമേഷന്റെ മെയിൻ പണി തന്നെ ഫെമിനിസം കൊണ്ടുവരാന്നുള്ളതാണെന്നുള്ളത് സദ്ഗുരു എന്താ ജോക്കിങ്ങിൽ പറയണ്ടായിരുന്നു. പുള്ളി അതല്ല ഉദ്ദേശിച്ചത്, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇപ്പൊ വർക്ക് ഫോഴ്സിൽ ആക്റ്റീവ് ആവാൻ പറ്റുന്നു. പണ്ട് മസിൽ പവർ ചെയ്തിരുന്ന സമയത്ത് ഇത് പറ്റില്ല. അപ്പോ ഈ ഓട്ടോമേഷൻ വഴി മസിലിന്റെ സാധനങ്ങൾ തോട്ടിലോട്ട് പോയി. ഇനിയിപ്പോ തോട്ട് ഓട്ടോമേറ്റ് ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അത് ഒരു അൺനോൺ ടെറിട്ടറി ആണ് സോഫാർ. അതായത് നോ ഫിലോസഫർ ഓർ ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോ ഇതിന്റെ ഉള്ളിലൊരു ഇതിപ്പോ മെയിൻ നമ്മളിപ്പോ ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ്ലി വി ആർ എക്സ്പ്ലോയിറ്റിംഗ് ദി അസിമെട്രി ഇൻ ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. ആൾക്കാരുടെ ലാക്ക് ഓഫ് നോളജ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യം കറണ്ട് എൻവയോൺമെന്റിൽ ബൂട്ട് സ്ട്രാപ്പ് ചെയ്തെടുക്കാനുള്ള ഡിഫിക്കൽട്ടി
എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് 10-20 കൊല്ലം കരിയർ ഉണ്ടാക്കിയവരാ നമ്മളെല്ലാം. ആൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ആ പാർട്ട് പോയി കിട്ടുകയാണ്. ഇപ്പൊ ഒരു പേഴ്സണൽ ലെവലിലെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് .NET ജാവയോ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളെ പണ്ട് ഒരു 2022 നവംബറിന് മുമ്പ് അയാളുടെ മുന്നിൽ കളി തുടങ്ങുന്നതിനേക്ക് മുമ്പ് തോറ്റു കൊടുക്കുന്നത് നല്ലത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കോപ്പൈലറ്റോ ചാറ്റ്ജിപിറ്റിയോ ക്ലോഡോ ഗ്രോക്കോ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്ന കോഡും എല്ലാ സാധനം ജനറേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ആ ഒരു ഇനിഷ്യൽ ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് സീനിയേഴ്സ് എ ബിറ്റ്. കിട്ടിയ പണ്ട് സീനിയേഴ്സിന് അതേമാതിരി തന്നെ സീനിയേഴ്സിന് മാത്രമല്ല മറ്റ് ഏരിയ എന്നുള്ളവർക്ക് പ്രോഗ്രാമേഴ്സിനെ ചലഞ്ച് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ. പക്ഷെ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ വർക്ക് ഫ്ലോസിൽ കയറുന്നവർക്ക് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണതിന്റെ അത്രയും ടൈമോ, കാരണം ഇപ്പൊ തന്നെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുക ഒരു 8 കൊല്ലം എക്സ്പീരിയൻസ് ഒരാൾക്ക് ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വന്നവർ എന്ത് ചെയ്യുന്നുള്ളതാണ്. അതായത് ഒരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് താഴെയുള്ളവർക്ക് ChatGPT മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്, അല്ലെങ്കിൽ LLMs ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഇത്. അതെന്തുകൊണ്ടാ അല്ല, അവർക്ക് അറിയേണ്ട എന്തെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാൻ. ഇപ്പൊ AI ഇപ്പൊ ഓഗ്മെന്റേഷൻ അല്ലേ ആയിട്ടുള്ളൂ, പാർട്ട്ണർ ആയിട്ടില്ലല്ലോ. അതെ, ഇപ്പൊ അവർക്ക് അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഇതിന്റെ ഞാൻ വിശ്വസിക്കുന്നത് എന്താ പറയുക, ഇതൊരു റിയൽ ത്രെട്ട് ആയേനെ ശരിക്കും. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എനിക്ക് പണ്ട് എത്തിപ്പെടാൻ പറ്റാഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാനത് എത്തിപ്പെടാൻ നോക്കുന്നില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? അല്ലല്ല, ഞാൻ വെറുതെ അല്ല പറയുന്നത്. ഇപ്പൊ ഞാൻ കൊല്ലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങൾക്കും സ്പെസിഫിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെറിവേഷനും ജാവ, C#, C++ കോഡും കിട്ടും എനിക്ക്. സംതിങ് വിച്ച് വാസ് അൺതിങ്കബിൾ ഏർലിയർ. അപ്പൊ ആൾക്കാർ ഇത് അങ്ങനെയാണല്ലോ. ഇപ്പൊ എനിക്കിപ്പോ ഒരു PhD കാരന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ then there is AI can make such a difference. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യണത് എന്താണ്, എന്നെക്കാൾ ചെറുപ്പമുള്ള ആൾക്കാർക്ക് ഒരു എഡ്ജ് ഉണ്ട്. അവരെല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സ്കില്ലും അവരുടെ ആ ഡെക്സ്റ്ററിറ്റിനെ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കൊരു നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെ തള്ളന്ന് വിളിക്കും നടക്കണതിന്. ഇപ്പൊ എന്നെ അവർക്ക് തള്ളന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവന്റെ മുന്നിൽ കമ്പ്യൂട്ടബിൾ കോഡ് അങ്ങോട്ട് ഇറക്കി കൊടുക്കും. പകരം അവൻ എന്നെ ചലഞ്ച് ചെയ്യും, ഞാൻ എന്റെ മുകളിലുള്ള ആൾക്കാരെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ AIക്ക് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായേനെ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു കറന്റ് സ്റ്റേറ്റിൽ ഇനിയിപ്പോ AIയുടെ സ്റ്റേറ്റ് ഒന്നും അധികം അങ്ങനെ മാറാനൊന്നും ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എല്ലാ കൊല്ലം കഴിയുമ്പോൾ ബെറ്റർ ആവും എന്നൊക്കെ പറഞ്ഞതൊക്കെ തിയറിയാ. ഇനി അതുണ്ടെങ്കിൽ തന്നെ ഈ ഫിസിക്കൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് വേൾഡിന്. നിങ്ങൾക്ക് ക്ഷമതയുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് മറ്റേ ഈ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം വേണം. ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇപ്പോ റാമ്പന്റ് AI വന്നെങ്കിൽ അത്രയും പവർ ഇല്ല. പിന്നെ അത്രയും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണതാണ്. നമുക്കൊക്കെ ഓരോ 10 ഏജന്റ് വെച്ച് പിടിപ്പിക്കാൻ അത്ര. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഇപ്പത്തെ ഹാർഡ്വെയറിന്റെ ഇത് വെച്ചിട്ടുള്ള പ്രൊജക്ഷൻ അല്ലേ. ഇനി അത് ഇനിയിപ്പോ അല്ലെങ്കിൽ അത് വേറെ രീതി പറഞ്ഞുതരാം. ഈ ഇവാഞ്ചലിസ്റ്റുകളൊക്കെ പറയുന്ന കാര്യമുണ്ട്, അമേരിക്കയുടെ ഡിഫൻസ് ബജറ്റ് ഒരു 5% കുറച്ച് കഴിഞ്ഞാൽ വേൾഡിലെ പട്ടിണി മാറുന്നു. പക്ഷെ അവിടെ ഒരു ഫല്ലസി ഉണ്ട്. അതായത് അമേരിക്കയുടെ 5% ബജറ്റ് ഇന്നത്തെ 1 കിലോ അരിയായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് വെച്ചോ. അവരെങ്ങനെയാണ് അത്രയും അരി ലോകം ഇതുവരെയായിട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ ഒരു ഫലസി ഇല്ലേ അവിടെ.
അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇപ്പൊ തിങ്കിങ്ങിന്റെ കേസിൽ മാറിയാലും ലോജിസ്റ്റിക്സ് വർക്ക്ഔട്ട് ചെയ്യണ്ടേ അവിടെ? അതെ, അതിപ്പോ ഈ AI വേണമെങ്കിൽ ഒരു മാസീവ് AIയും ബാക്കിയെല്ലാം ഡം ക്ലയൻസും ആയാലും മതി. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തോട്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ നോളജ് വർക്കേഴ്സിനെയാണ് ഇത് അഫക്ട് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞാലോ? എല്ലാത്ത വർക്ക് ഇപ്പൊ പെയിന്റ് അടിക്കണ്ടേ, ഇപ്പൊ റോബോട്ടുകൾ വന്നു, അത്രയും അതും ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി അല്ല, ഈ അത് ഇപ്പൊ എക്കണോമിക്കലി വയബിൾ ആവണ്ടേ? ഓൾറെഡി ടാക്സി പോയി, ഇനി കാർ ഓടിക്കാൻ പോകാൻ പറ്റില്ല. വീട് പണിയണത് ഓൾറെഡി വന്നിട്ടുണ്ട്, അത്ര എഫക്റ്റീവ് ആയിട്ടില്ല എന്നാലും ഉണ്ട്. അപ്പോൾ പിന്നെ ഷോപ്സ് ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് ആമസോണിൻ്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്, അത്ര ഇതായിട്ടില്ല എന്ന് വെച്ചാൽ ആൾക്കാർ കട്ടുകൊണ്ടൊക്കെ പോണതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതില്ലായിരുന്നെങ്കിൽ അല്ല അതെല്ലായിടത്തും ആയേനെ. അല്ല അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം ജപ്പാനില് 9 മില്യണോ 9 ലക്ഷം വീട് വെറുതെ കിടക്കുന്നു, 0.9 മില്യണോ എന്തോ കിട്ടിയ ഡീപോപ്പുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ടെക്നോളജിയുടെ അഡോപ്ഷൻ ഇവൻച്വലി പല സ്ഥലത്തും ഡീപോപ്പുലേഷൻ നടക്കും. അപ്പൊ ഇപ്പൊ ഹ്യൂമൻ ഏജൻസിക്ക് സ്ഥാനമില്ലാണ്ടായി കഴിയുമ്പോ അങ്ങനത്തെ കുറെ കോൺസിക്വൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഷോർട്ട് റണ്ണില്ല, നെക്സ്റ്റ് 25 ഇയേഴ്സിൽ ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങള് ഇപ്പോ മര്യാദക്കൊരു ഇതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ AI റാമ്പന്റ് ആയിട്ട് വന്നു. ആൾക്കാര് അതിന്റെ പ്രോബ്ലം വ്യക്തികള് അതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലം ആയിട്ട് മാറി ഗവൺമെന്റുകൾക്കെതിരെയുള്ള ലഹളകളും സിവിൽ വാറിലോട്ടൊക്കെ നയിക്കാം. ഇങ്ങനത്തെ കോൺസിക്വൻസസ് ഉണ്ട്. അതായത് പ്രോബ്ലം ചിലപ്പോ ഒന്നായിരിക്കാം, പക്ഷെ പെർസെപ്ഷൻ വേറെ ആയിട്ട് വന്നിട്ട് അവിടെയാണ് ഇതിന്റെ വറിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ? അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് ജോലി പോകുന്നതോ അല്ലെങ്കിൽ ഒരാളെ മെഷീൻ റീപ്ലേസ് ചെയ്യുന്നതിന്റെ അല്ല, ഇതിന്റെ സോഷ്യൽ കോൺസിക്വൻസ് ഇന്ത്യ മാതിരിയുള്ള ഒരു കൺട്രിയില് അത് ഭയാനകമായിരിക്കും എന്നുള്ളതാണ് രാജീവ് മൽഹോത്രയൊക്കെ പറയുന്നത്. ഇതും കൂടി ചോദിക്കട്ടെ, അതായത് ഇപ്പൊ ഓഗ്മെന്റേഷൻ ആണെന്ന് വിചാരിക്കാം, മറ്റേ ന്യൂറാലിങ്ക് സംഭവമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മസ്ക്. അത് പക്ഷെ കുറച്ചുകൂടി ഇൻട്രൂസീവ് ഓഗ്മെന്റേഷൻ ഉണ്ടാവും. അത് അയ്യോ, അതിന്റെ ഞാൻ കണക്കിലെടുത്തിട്ട് പോലുമില്ല. കാരണം അതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ പാർട്ട്ണർ ഒന്നും അല്ല, അത് ഡൊമിനന്റ്. അതൊരു ഇത് നമ്മള് എന്താ പറയാ, ബോഡി ഹാക്ക് ചെയ്യണ മാതിരിയല്ലേ? അത് ലീഗലി റെസ്ട്രിക്ട് ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഇതിന്റെ ഉള്ള പ്രശ്നം എക്വിറ്റി അങ്ങനെ നിലനിർത്തും. എന്തുകൊണ്ട് റെസ്ട്രിക്ട് ചെയ്യണം ലീഗലി? റെസ്ട്രിക്ട് ചെയ്യണ്ടില്ല, ലോ ഇത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. ഫെയർനെസ് ഇല്ലേ, ഹ്യൂമൻ ക്ലോൺ റെസ്ട്രിക്ട് ചെയ്തതുപോലെയാണോ? ഫെയർനെസിന്റെ ഡെഫിനിഷൻ ഇത് ചെയ്യേണ്ടി വരില്ല അല്ലെ? ഇപ്പൊ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോ ടെയിലിലെ ആൾക്കാരുണ്ടെന്നൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു സിഗ്നിഫിക്കന്റ് അഡ്വാൻറ്റേജ് ആയിട്ടും അത് ചോയ്സ് അല്ല ആൾക്കാരുടെ. ഇപ്പൊ ചോയ്സ് ആണ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ഫെയർനെസ് എങ്ങനെ ഡിഫൈൻ ചെയ്യും? അത് മാറ്റേണ്ടി വരും. അല്ല, അതാണ് ഇപ്പൊ എന്റെ മെഷീൻ ലേണിംഗ് പ്രസന്റേഷനിലെ ഈ ഒരു ഹിന്ദി ഡയലോഗ് ഉണ്ട്, മേനെ കാഫി ബാർ ദേഖാ ഹേ കി അകൽമന്ദ് ദൗലത്മന്ദ് ഹോ ഗയ. അതായത് ബുദ്ധിമാൻ പൈസക്കാരനാണ് കണ്ടിട്ടുണ്ട്, പക്ഷെ ദുനിയാമേ ഐസാ നെയ് ഹുവാ ഹി മറ്റേ എന്താണ് ദൗലത്മന്ദ് ബുദ്ധിമാൻ ഹുവാ ഹോ. മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയാണ്, ഇപ്പൊ നാളെ എന്റെ ശത്രുക്കള് 10 AI ഡിവൈസ് വന്നിട്ട് എന്നെ മണ്ടറാന്ന് പ്രൂവ് ചെയ്താൽ പറ്റും. ഞാൻ ചോദിക്കണത് അതിനുള്ള പോസിബിലിറ്റി ഇല്ല എന്നാണ് ഞാൻ ചോദിക്കണത്. കാര്യം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റണമല്ലോ. അല്ല, ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫങ്ഷണൽ ഈക്വലൻസ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ എല്ലാം വരുന്നത് എന്താണ്, ഈ കാശ് ഉണ്ടാക്കുന്ന പോലും ബുദ്ധിമാനെന്ന് കാണിക്കാനാ, അല്ലാണ്ട് അത്രയും കാശ് പോയിക്കാനല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ അവിടെയാണ് ഈ ജ്ഞാനം എന്താണ്, ജ്ഞാന സിദ്ധാന്തം എന്താണ്. ഇനി അത് ഇൻ ദ ഏജ് ഓഫ് AI അങ്ങനെ റീറൈറ്റ് ചെയ്യപ്പെടും. എപ്പിസ്റ്റമിക് ഏജൻസിക്ക് ഒരു നല്ല ത്രെട്ട് ഉണ്ട് ഇപ്പൊ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പഠിക്കണം? ഫൈനലി നമ്മളത് കണ്ടുപിടിക്കണം.
ഉം. മനസ്സിലായില്ലേ? ഉം. അതെ. പക്ഷേ എൻ്റെ ഇത് ഇപ്പോഴും അതാണ് കാര്യം എന്ന് വെച്ചാൽ എന്ത് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പഠിച്ചാലും ഒരു ഓഗ്മെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആക്സസിബിൾ ആണത്. അത് സിംപ്ലർ ടേംസിൽ അല്ല അയാൾക്ക് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. അല്ല അത് അത് അല്ല അത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഫോർ എക്സാമ്പിൾ, അപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈം എന്ത് ചെയ്യും? വെറുതെ ഇരിക്കണ ടൈം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അല്ല ഇപ്പൊ ഞാൻ ഇതുപോലത്തെ ചോദിക്കട്ടെ. നടക്കില്ല. അതായത് നമുക്കൊരു വാല്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. പിന്നെ ആളുടെ അല്ല വാല്യൂ ഉണ്ടാക്കണ്ട. ഉം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അല്ല, വാല്യൂ ഡെഫിനേഷൻ മറ്റേ റവന്യൂ എന്ന് പറയുന്നതായിരിക്കും. എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത്? റവന്യൂ ആവാം, വാല്യൂ ചെയിനിലെ വാല്യൂ ആണ്. കമ്മ്യൂണിറ്റിക്ക് വാല്യൂ ആവാം, ഓക്കെ ഓക്കെ. അങ്ങനത്തെ രീതിയിലൊക്കെ. അതായത് ആൾക്ക് ഹാപ്പിനെസ്സിനുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റിനുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തോട്ടൊന്നും നടക്കില്ല. അല്ല അതെങ്കിലും ചെയ്യാൻ പറ്റും. സി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറയണേ, ഇപ്പൊ ഞാൻ എന്റെ കരിയർ തുടങ്ങി. ഇപ്പൊ എന്റെ കൂടെ ഉള്ളവരൊക്കെ അമേരിക്കയും യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, സിംഗപ്പൂറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, ഓസ്ട്രേലിയയിൽ പോയി. എനിക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ ഓക്കെ, എനിക്ക് അവരെ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് അങ്ങോട്ട് വിസ കിട്ടാനും ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ മണ്ടനല്ല ബുദ്ധിമാനാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ സ്കോളർലി അപ്രോച്ച് എടുത്ത് കുറെ സമയവും കളഞ്ഞ് അതിനെ ചുറ്റിപ്പറ്റി കുറെ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഒരു അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫീസിങ് ലൈഫ് എങ്കിലും കിട്ടി. ഓക്കെ, അതായത് ഈ സ്കോളർഷിപ്പ് ഈ ലൈഫിൽ കാണിക്കുന്ന ഡിസിപ്ലിന് ഒരു എക്സ്റ്റേണൽ വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ പൊസിഷൻ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോ അതുകൊണ്ട് ഈ ലൈഫ് ആനന്ദകരം. ഇപ്പൊ ഞാൻ ക്ലെയിം ചെയ്യണമെന്നുണ്ട് എനിക്ക് 5 ഇരട്ടി വയസ്സ് ഉണ്ടെന്നാണ്. അതായത് വെൻ ഐ സീ തിങ്സ് എനിക്ക് 5 ഇരട്ടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കമേഴ്ഷ്യൽ ലാഭമൊന്നും എനിക്കില്ല. പക്ഷെ എങ്കിലും ഇപ്പോ ഫോർ ദ മണി ഐ മെയ്ഡ് ഇൻ മൈ ലൈഫ് എനിക്ക് അതിനൊക്കെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ട് കുറെ സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ഒരു എന്താ പറയാ, ഒരു സ്ട്രാറ്റജിയാണ് അത് ജീവിക്കാൻ. കാരണം അല്ലാത്തൊരു വീക്കെൻഡ് ആയ വെള്ളം അടിക്കണം, അല്ലെങ്കിൽ മറ്റേ ലേ ലഡാക്ക് ട്രിപ്പിന് പോകണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അതായത് ഈ ട്രബിൾ ഇൻവൈറ്റിംഗ് ആക്ടിവിറ്റീസിലോട്ട് പോകാതിരിക്കാം. അപ്പോ ഇനി ഉള്ള കാലത്ത് ഞാൻ ഇന്റലിജന്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു ഇന്റലിജൻസ് ഗെയിം, ഇപ്പൊ ഇന്റലിജൻസ് എന്നൊരു സാധനം ഇല്ല എന്നാണ് എനിക്ക് എന്റെ ഇതിൽ നിന്ന് മനസ്സിലായത്. അതായത് സ്റ്റിമുലസിനുള്ള പ്രോപ്പർ റെസ്പോൺസ് ആര് കൊടുക്കുന്നു അവൻ ഇന്റലിജന്റ് ആവുന്നു. അപ്പോ പക്ഷെ ഇന്റലിജൻസ് എന്നൊരു സാധനം ഉണ്ടെന്നും ഞാൻ പണ്ടേ ഇന്റലിജന്റ് ആണെന്നും, അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് ഗെയിം നടക്കുന്നതുകൊണ്ടാണ് ആ ഗെയിം ഒരു സോഷ്യൽ പാസ് ടൈം ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയത്. അപ്പോ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ചെസ് കളിക്കുമ്പോൾ ഞാൻ നിന്നൊക്കെ നല്ല ചെസ് പ്ലെയർ ആണ് എന്നുള്ളതിന് പ്രസക്തി ഉണ്ടോ? വെൻ എവരി ഗ്രാൻഡ് മാസ്റ്റർ ക്യാൻ ബി ബീറ്റൺ ബൈ എ കമ്പ്യൂട്ടർ ചെസ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടെന്നാണ്. അതെ. അപ്പൊ അത് ഈ പുതിയ വേൾഡിൽ ഉണ്ടാവില്ല എന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഇടയ്ക്ക് ഒരു പുള്ളി 19 ആർട്ടിക്കിൾ എഴുതി medium.com അങ്ങനെ പല സ്ഥലത്തും. മണ്ടന്മാരിൽ ബുദ്ധിമാൻ ആരാണെന്നുള്ള പോവില്ലേ? അല്ല ഇപ്പൊ അത് അല്ല അപ്പൊ അവിടെയാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോ നീ ആ ChatGPT വെച്ചിട്ടില്ല, നീ ഏത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരൂലേ? അത് ശരി. പക്ഷെ അതിന് വാല്യൂ ഇല്ലല്ലോ, അതാണ്. അല്ല ഇപ്പൊ വാല്യൂ ഉണ്ട്. ഇപ്പൊ നോളജ് ഇപ്പൊ അപ്പൊ എന്തിനാണ് ഇപ്പൊ ഇത് എടാ യു ഡോണ്ട് നോ .NET ആസ് മച്ച് ആസ് മീ എന്ന് പറഞ്ഞ എന്നെ ചാടി കടിക്കാൻ വരാത്ത ഒരു .NET ഡെവലപ്പർ ഇല്ല. അവരപ്പൊ അവരെന്താണ് അവിടെ ചാടി കടിക്കാൻ കാരണം? ആ എക്കണോമിക് ത്രെറ്റ് ഉള്ളത് കൊണ്ടാണ്. അതെയോ അവരുടെ ഐഡന്റിറ്റി ആണ്. അല്ല, അവരുടെ നോളജിനെ അണ്ടർമൈൻ ചെയ്യണോണ്ടാണല്ലോ. അല്ല, അവരുടെ ഐഡന്റിറ്റി ആണ് അത്. അതാണ് പ്രശ്നം. ഐഡന്റിറ്റി ആയതുകൊണ്ടാണ് അത്. അതാണ് കുറച്ചുകൂടി കറക്റ്റ് എന്ന് തോന്നുന്നു. അല്ല അപ്പൊ അതെങ്ങനെയാണ്? ഇപ്പൊ ഐ നോ മോർ മെഷീൻ ലേണിംഗ് ദാൻ യു. അത് ഒരു കമ്പനിയുടെ ഫ്ലോറിൽ വെച്ച് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും ഒരാൾക്ക്? അത് പറ്റില്ല. അപ്പൊ അവിടെ ഒരു ഗെയിം സിറ്റുവേഷൻ വരുന്നുണ്ടോ? അത് ഇനിയും വരില്ലേ എന്നാണ് ചോദ്യം. എന്റെ ചോദ്യം കമ്പനിയിലെ ആൾക്കാർ തന്നെ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പൊ
അല്ല അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് കഴിക്കില്ല, എനേബിൾഡ് സൊല്യൂഷൻസ് വഴി കഴിക്കില്ല. പ്രശ്നം നിങ്ങളാ അല്ല GMO ഒക്കെ ഒരു ചോയ്സ് ഉണ്ട്. അല്ല, ഏക വഴി എന്താന്ന് വെച്ചാല് ഏതെങ്കിലും ഇമാമിനെയൊക്കെ കണ്ടുപിടിച്ച് ഈ പറഞ്ഞ സാധനമൊക്കെ ഹറാമാണെന്ന് ഫ്ലാഗ് ചെയ്യുക. അപ്പൊ ഇത് അത് എവിടെ കിട്ടിയ ഈവൻ ഇമാം വില്ലിങ് ആണെങ്കിലും ഹറാമാണെന്ന് ഫ്ലാഗ് ചെയ്താൽ പോലും ബാക്കി വേൾഡ് പോവില്ലേ, അതിന്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യണ്ടേ? അല്ല അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതിപ്പോ നമുക്ക് ഇസ്ലാമിൽ ടേക്ക് ഓവർ ദ വേൾഡ് എന്ന് വിചാരിക്കാം ഇവൻച്വലി. അപ്പൊ പ്രശ്നമൊന്നുമല്ലോ. അപ്പൊ AI ആണോ ആദ്യം ടേക്ക് ഓവർ ചെയ്യണത്, ഇസ്ലാമാണോ ആദ്യം ടേക്ക് ഓവർ ചെയ്യണമെന്നാണ് ചോദ്യം. അല്ല ഇപ്പൊ AI ഇസ്ലാമിനൊരു നല്ല ഐഡിയ മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ ഡൊമിനന്റ് റിലീജിയനും ഇത് തന്നെ. അപ്പൊ അവിടുത്തെ ഇമാമുമാരൊക്കെ ചെയ്യണം ഇത് ഹറാമായിട്ട് പ്രഖ്യാപിക്കുക, ഇത് കാഫിറുകളുടെ ടെക്നോളജി എന്ന് പറഞ്ഞ പോരെ. അതെ. അപ്പൊ അപ്പൊ ഞാൻ അപ്പൊ ഇനിയുള്ള കാലത്ത് എന്തിനും നിലകൊള്ളണം ഇപ്പൊ AI ഡൊമിനന്റ് ആയി കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും ഈ BEd ടീച്ചേഴ്സും മറ്റേ സർക്കാർ ഓഫീസിൽ നിന്ന് ആരും വേണ്ടെന്നാണ് പറയണത്. അല്ല, സർക്കാർ ഓഫീസിലെ ആൾക്കാരെക്കാളും ബെറ്റർ ജോബ് AIക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല സൊസൈറ്റിയുടെ അകത്ത് പോയി പിന്നെ ജീവിക്കേണ്ടി വരും. ഇപ്പൊ മാറിയല്ലേ ജീവിക്കണേ. അതായത് മനസ്സിലായില്ല. മറ്റേ കേരളത്തില് നിന്നിട്ട് പുറത്തെ സാധനം ചെയ്ത് സാറ് പറയുന്ന ഇതില്ലേ, പരിപാടി ഇല്ല, നമ്മള് സൊസൈറ്റിയിൽ നിന്ന് ജീവിക്കണോ സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കണോ എന്നുള്ള മറ്റേ സാധനം തിരിച്ചു വരും. പറ. അല്ല ഇപ്പൊ ഈ ഇതിലിരിക്കണവരെന്താണ്, ഡോളറില് കോസ്റ്റ് ആർബിട്രാജിന്റെ പൈസ വാങ്ങിച്ചിട്ട് ദരിദ്രനാരായണ ഊണ് കഴിക്കും. ശരിയാണോ? അപ്പൊ എന്തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യില് കാശുണ്ടാവും, 500 രൂപയുടെ ഷർട്ട് 1000 രൂപയ്ക്ക് വാങ്ങിക്കാം. 10 രൂപയുടെ സാധനം 12 രൂപ കഴിഞ്ഞാൽ ഗവൺമെന്റിനെ തെറിയാം. അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ശരിയാണോ? പങ്കിട്ടെടുക്കലല്ലേ? അല്ല ഇപ്പൊ എന്താണെന്നറിയാമോ, ഇപ്പൊ IT പ്രൊഫഷണൽസ് ഇപ്പൊ അവരുടെ കസിൻസിനെ ചൊറിഞ്ഞാൽ മറ്റവനും ഒന്നും ചെയ്യാൻ പറ്റൂല. പണ്ടാണെങ്കിൽ അവന്റെ കട പൊട്ടിക്കാം, അങ്ങനെയൊക്കെ പറ്റുമല്ലോ. അപ്പൊ ഒരു 10-25 കൊല്ലം IT പ്രൊഫഷണൽസ് ഒരു അടിപൊളി ലൈഫ് നയിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. ആ വേ ഓഫ് ലൈഫിന് ത്രെട്ട് ആവില്ലേ ഇത് വരുമ്പോ? അതെ. എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഏതെങ്കിലും രാജ്യം, അത് എന്തോ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളിവിടെ ചട്ടിയൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും പാലത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് സംസാരിക്കണുണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പൊ അത് പോന്നുള്ള അല്ല അപ്പൊ അത് പറഞ്ഞ ഇപ്പൊ ഇതിന്റെ ഒരു റാമ്പന്റ് എയുടെ അഡോപ്ഷൻ ഈസ് ഗോയിങ് ടു ബി പിന്നെ എനിക്കുള്ള ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽസ് ഒന്നും അത്ര പവർഫുൾ അല്ല ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ AGI ഉണ്ടാക്കാൻ പോലും. അതെ പക്ഷെ ഫോർ നൗ ഇനി കുറച്ച് കഴിയും. അല്ല ഫോർ നൗ തന്നെ അൺലെസ് എ ന്യൂ ബ്രേക്ക് ത്രൂ കംസ്. ഈ ട്രാൻസ്ഫോമർ ബേസ്ഡ് നെറ്റ്വർക്കിന്റെ കത്തിക്കല് കഴിഞ്ഞു, സെർച്ച് ആൻഡ് റൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഇതിപ്പോ പ്രശ്നം ഉണ്ടാക്കണ ഓഗ്മെന്റഡ് ഇന്റലിജൻസ് ഉണ്ടാക്കും അതിനെ ചുറ്റിപ്പറ്റി, മനസ്സിലായില്ലേ? അപ്പൊ അത് പിന്നെ അത് തന്നെ ഞാൻ പറയട്ടെ, ഈ പറയുന്ന സിസ്റ്റംസ് ഒക്കെ എഞ്ചിനീയർ ചെയ്യാൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇപ്പോഴത്തെ വേൾഡിൽ തന്നെ ദരിദ്രരുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ടെക്നോളജി എല്ലാം ഉണ്ടല്ലോ, എന്നിട്ട് എന്താ ദരിദ്രം വന്നേ? അല്ല ഇപ്പത്തെ ടെക്നോളജി പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കണല്ലേ. അല്ല ഇപ്പൊ ലേണിംഗ് കൂടിയാലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ അല്ല അത് പക്ഷെ വേറെ എനിക്ക് വേണമെങ്കിൽ ഒരു ഗെയിം ഉണ്ടെന്നുണ്ട്. അതായത് മനുഷ്യർക്ക് പുരോഗതി കൂടുമ്പോ
ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരിക എന്നുള്ളത് ഒരു 1000 കൊല്ലത്തെ 1000 അല്ല 10000 കൊല്ലത്തെ പ്രോജക്റ്റാ കാലം പോകുന്നതോറും. ഞാൻ അല്ലേ? അത് വേറെ രീതിയിലാണ് കാണുന്നത്. എന്നാലും ഇൻഡയറക്റ്റ് ആയിട്ട് അതെ. അതെ. അപ്പൊ ഒരു സിസ്റ്റം സെൻട്രിക് വേൾഡ് ആണ് ഇപ്പൊ ഉള്ളത്. സിസ്റ്റം ഡൊമിനന്റ് വേൾഡില് ഹ്യൂമൻസിന് എന്താ റോൾ എന്നുള്ളതാണ്. ആ സിസ്റ്റത്തിന്റെ ഹ്യൂമൻ ഇൻ ദ ലൂപ്പിനനുസരിച്ച് അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അപ്പൊ യൂണിവേഴ്സൽ ബേസിക് ഇൻകം അങ്ങനത്തെയൊക്കെ വരുമ്പോ എന്ന് വെച്ചാല് കറണ്ട് സോഷ്യൽ ഹയറാർക്കി ഒക്കെ, പക്ഷെ എന്നാലും അതിന്റെ കൺട്രോളിന് വേണ്ടി ഫൈറ്റ് ഉണ്ടാവില്ലേ? അതെ, ഉണ്ടാവും. അതായത് ഇപ്പൊ പൊളിറ്റിക്സ് മാത്രമാവും ഒരു അല്ല ഇപ്പൊ അല്ലെങ്കിലും ഞാൻ പറയട്ടെ, ഉം. ഇഫ് യു ഡോണ്ട് തിങ്ക് യു ആസ് എ കമേഴ്ഷ്യൽ എൻറ്റിറ്റി ഉം. നിങ്ങൾ ദരിദ്രനാവെന്ന് പറഞ്ഞാലോ? ഇപ്പൊ നമ്മ അതിലേക്ക് കൂടുതൽ ഇപ്പൊ കൊണ്ടിരിക്കല്ലേ. അത് പണ്ടേ പോകണ്ടെന്ന്. അത് ഇതുവരെയായിട്ടും തടഞ്ഞു നിർത്താൻ പറ്റിയ എന്താണ്? സൊസൈറ്റിയിൽ പല ലേയേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഒരാള് ബഹറിൻ, UK, വേറെ ഏതോ കൺട്രി, ആഫ്രിക്ക, അങ്ങനെയാണ് ഇന്ത്യനെ പറഞ്ഞത്. അതായത് ബഹ്റിനിലുള്ള അത്രയും അൾട്രാ റിച്ച് ആൾക്കാരില്ലേ ഇന്ത്യയിലുണ്ട്. UK-യിലുള്ള 60 മില്യൺ ആൾക്കാർ, 60 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യയിലെ ഇന്ത്യയുണ്ട്. 6 കോടി ആൾക്കാർ ഇവിടെ കിട്ടിയ. പിന്നെ വേറെ ഏതോ കൺട്രി, അത് കഴിഞ്ഞിട്ട് ആഫ്രിക്ക. അപ്പൊ എല്ലാവരും മുകളിലോട്ട് പോകാൻ നോക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ ഗ്രോത്ത് എന്നാണ് പറയണത്. മനസ്സിലായോ? അപ്പോ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താണ് ഓഫർ ചെയ്യാനുള്ളത്? അതിപ്പോ നിങ്ങളെ ചുറ്റും ഈ മീനിയൽ ജോബ് ചെയ്യുന്ന ആൾക്കാരും മറ്റേ പലർക്കട നടത്തുന്ന ആൾക്കാരും ഒക്കെ പോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കിട്ടിയ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ ലോങ് ടൈൽ ഉണ്ട്, സ്ക്യൂഡാണ്, കുറച്ചു പേർക്കേ സക്സസ് ഉള്ളൂ. ശരിയാണോ? അല്ല, അത് ചോദിക്കട്ടെ, അതായത് വെൽത്തിന്റെ റേഷ്യോ വെച്ചിട്ടാണോ പറയണേ? അല്ല, ഈ വെൽത്തും എക്കണോമിക്സ് ഒന്നും ഞാൻ പറയണ്ട. ആൾക്കാർ പണിയെടുക്കാൻ തയ്യാറല്ല. ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പണിയെടുക്കാൻ തയ്യാറല്ല. അതെ. അപ്പൊ എന്ന് വെച്ചാൽ അവര് പോറായിരിക്കും. അതെ. ഇതിപ്പോ ഡൊമിനന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ എക്കോണമി, പൈസ, അങ്ങനത്തെ സാധനങ്ങളുടെ ഒക്കെ വാല്യൂ ഒക്കെ ഇടിഞ്ഞുളിഞ്ഞു പോവും. പിന്നെ ബാക്കി എന്തുണ്ടാവും എന്നുള്ളതാണ്. അതിന് വാല്യൂ ഇല്ലല്ലോ. ഒരാളുടെ അടുത്ത് 1,00,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് വാല്യൂ ആണ് അതിനുണ്ടാവണേ? നമ്മ ഇപ്പൊ ശരത്ത് പറയണ പോലെ ഇത് ഒരു വാല്യൂ സ്റ്റോർ എന്നുള്ള രീതിയിൽ കാണുവാണെങ്കിൽ അതിനില്ലല്ലോ. പിന്നെ അങ്ങനെയല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ IT അല്ലാത്ത ഏതെങ്കിലും, IT അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്സ് അല്ലാത്ത ഏതെങ്കിലും ഫീൽഡ് ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ബന്ധുക്കളുടെ, അയൽക്കാരുടെ, നാട്ടുകാരുടെ ഇടി കിടലനായിട്ട് വാങ്ങിക്കുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ചില അവരായിട്ട് തല്ലു പിടിക്കണം എല്ലാ ദിവസവും. അപ്പോ ഇപ്പൊ ഞാൻ തല്ലു പിടിക്കുന്നത് ഞാൻ മെന്റർ ചെയ്ത ആൾക്കാരായിട്ട് മാത്രമാണ്. ഐറണി ഓഫ് മെന്റർഷിപ്പ്. എവിടെ കിട്ടിയ? അപ്പൊ അതിപ്പോ അപ്പൊ ആൾക്കാർ പറയും തരത്തിൽ പോയി കളിക്കാണ്. കുഴപ്പമില്ല, ഞാൻ ആന്ധ്രാപ്രദേശിലാണ് വിൽക്കണാന്ന്, ഞാൻ കേരളത്തിൽ കൊണ്ട് നോക്കാന്ന്. അപ്പൊ ആ ഡിഫറൻസ് ഉണ്ടല്ലോ. ആൾക്കാർ ഇപ്പൊ അവിടെ തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ഏർലി കിട്ടിയോണ്ടാണ്. മനസ്സിലായ? ആ ഒരു ഡിഫറൻസ് ഉണ്ടായത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരാള് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോയാൽ അയാൾ ടെക്നിക്കലി പകുതിയാവും, അയാൾ ഗ്രോ ചെയ്യുള്ളൂ. അയാൾ ബോസ്റ്റണിലോട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ കോൺഫിഡൻസേ പോകും ടെക്നോളജിയിൽ. ആ പ്രതിഭാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ അഡ്വാൻസ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് കൊളീഗ്സിനെ കിട്ടും, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചെറിയ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഈ ജീവിക്കുന്ന ആൾക്കാർക്ക്
അവിടെ ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ തള്ളാന്ന് പറയുന്നോണ്ടാ. സംസാരിക്കണവനെ എൻകറേജ് ചെയ്ത് നോക്കിയേ, അടിപൊളിയായിരിക്കും കേരളം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരുത്തൻ തള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എന്നെ കൊണ്ട് കൂടുതൽ തള്ളിക്കാൻ തുടങ്ങും. പിന്നെ അവൻ പറഞ്ഞതെല്ലാം ഞാൻ തള്ളാന്ന് പറയും. പിന്നെ അവന് മിണ്ടാൻ പറ്റണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയട്ടെ, ടെക്നോളജിയിലെ ചേഞ്ചസ് വരുമ്പോൾ എങ്ങനെ എന്റെ വേ ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. സോഫാർ എഫക്ട് ചെയ്തില്ല. പക്ഷേ ChatGPT ആൻഡ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഡെഫിനറ്റ്ലി സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ വേ ഓഫ് ലൈഫ് ഇതാകുന്നു. ഞാൻ സ്റ്റേറ്റ്ഫുൾ ആയിട്ട് ജീവിക്കേണ്ടി വരും. എന്റെ എപ്പിസ്റ്റമിക് എഡ്ജ് എനിക്ക് ഇല്ലാണ്ടാവും. അങ്ങനെയുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആ എഡ്ജ് നിലനിർത്താൻ പറ്റും? ഐ ഡോണ്ട് നോ. അതിനുള്ള അന്വേഷണമാണ് ഇതിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നോളജ് കാശുണ്ടാക്കാനും ആൾക്കാരെ ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വേൾഡിനെ ബെറ്റർ ആയിട്ട് കോംപ്രിഹെൻഡ് ചെയ്ത് ഈ കുറെ അൺനെസസറി ആക്ഷൻസ് ഒഴിവാക്കാം. എനിക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ട് സാറിന്റെ അടുത്ത്. അതായത് വിത്തിൻ ദ കമ്പനി ഇപ്പൊ നമുക്ക് എക്കോസിസ്റ്റം ഒക്കെ ബെറ്റർ ആക്കണമെങ്കിൽ ആൾക്കാരെ മെന്റർ ചെയ്യണം. അതെ, അത് ഫങ്ഷണൽ ലെവലിൽ ചെയ്യണോ, എപ്പിസ്റ്റമിക് ലെവലിൽ ചെയ്യണോ? അത് ഫങ്ഷണൽ ലെവലിൽ ചെയ്തില്ലെങ്കിൽ അവർ ത്രെട്ട് ആവും നിങ്ങൾക്ക്. കമ്പനിയുടെ ഉള്ളിൽ അതാണ് പ്രശ്നം. പുറത്ത് ചെയ്യാം. എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. അതാണ് പ്രശ്നം. പിന്നെ ഡിസ്കസ് ഞാൻ എന്താ ചെയ്യണേന്ന് അറിയാമോ? അതിപ്പോ നമുക്ക് മെന്റർ ചെയ്യുമ്പോഴേ ഇപ്പൊ ഈ ഒരു ഗുരു 18ാമത്തെ അടവ് പറഞ്ഞു കൊടുക്കില്ലെന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, പക്ഷെ 18 അടവ് വേണ്ട കമ്പനിയുടെ അകത്ത്. അതാണ് പ്രശ്നം. ആ പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല. അതായത് ഇപ്പൊ ഞാൻ അന്ന് എടുത്തിരുന്ന വെച്ചാല് ആദ്യ കാലങ്ങളിൽ എടുത്തത് then you are overstaying in if somebody can come and outsmart you in a one particular place, you are overstaying ചേർന്നുള്ള ആദ്യം എടുത്തത്. പക്ഷെ അത് സ്കെയിലബിൾ അല്ല. 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓവർസ്റ്റേ ചെയ്യേണ്ടി വരും. നമുക്ക് ഓപ്ഷൻസ് കുറയും. അല്ല, അവിടെയാണ് ഇതിപ്പോ ഞാൻ ഡിബേറ്റ് ചെയ്ത് പോയത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ. അല്ല, പക്ഷെ അവിടെയും അവിടെയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ എന്റെ ലൈഫില് ഒരു കുറെ നോളജ് ഉണ്ടാക്കിയത് ഇങ്ങനെ നോളജ് കൊടുത്തും ഈ ഇന്ററാക്ഷനിലൂടെയാണ്. അല്ല, ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിയാം. അതായത് ഇപ്പൊ എന്നെ പോലത്തെ ആൾക്കാർക്ക് വേ ഓഫ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആയിട്ട് എത്രയാലും പോകാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം വരാം. അതെ. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് എവരിബഡി ഹാസ് ടു ഗോ സോഷ്യൽ ഡെമോഗ്രാഫിക് വേ ഇവൻച്വലി, അല്ലെങ്കിൽ പട്ടണത്. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ഒരു ഈ മനുഷ്യത്വപരമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു നാടോടുമ്പോ നടുവേ ഓടുന്നുള്ള സ്ട്രാറ്റജി എക്സ്റ്റേണലി എടുക്കണമെന്ന് വെച്ചാൽ എന്റെ മക്കളെ ഓർത്തിട്ടാ. കാരണം നമ്മുടെ സോഷ്യൽ എസ്റ്റീം അവർക്ക് ഇത്തിരി ആവശ്യമാണ്. അത് ഞാൻ എന്നെ CTO ആക്കണം എന്ന് പറഞ്ഞില്ല ലാസ്റ്റ് കമ്പനി. അപ്പോ എന്റെ മോനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് കൂടി. അപ്പൊ ഞാൻ അപ്പഴാണ് മനസ്സിലാക്കി ഇവനൊക്കെ ഇതൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായ? ഞാൻ ആലോചിച്ചു, അങ്ങനെ 10 കൊല്ലം മുമ്പ് ഞാനതാവാൻ നോക്കുമായിരുന്നല്ലോ എന്ന്. അല്ല, അതിപ്പോ എന്താണ്, ഇപ്പൊ ഞാൻ തിരിച്ചു വരികയാണ്. ഇപ്പൊ അവന്റെ ഫാദർ NRI എന്ന് പറയണ ഇത് പോകുന്നതിന്റെ വിഷമമുണ്ടോ അവന്? ഇവിടെ കിട്ടിയാ? അല്ല, ഞാൻ സോഷ്യൽ ഇത് നോക്കുന്നില്ല. അത് പ്രശ്നമുണ്ട്. അത് ശരിയാണ്. ഇപ്പൊ നമ്മുടെ ഡിപ്പെൻഡൻസിന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ പല രീതിയിലുള്ള പെർസെപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിപ്പോ ഞാൻ ചെസ്റ്റ് ഡാറ്റയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് ഞാൻ വിളിച്ചു 2-3 പേരെ ഹയർ ചെയ്യാൻ. ഭയങ്കര വ്യത്യാസമായിരുന്നു. മനസ്സിലായില്ലേ? ആലുവെന്ന് വിളിക്കുന്ന കാര്യമല്ല. അതാണ് സാറിപ്പോ മറ്റേ അല്ല, നാട്ടിലാണെന്നുള്ളത്. അതായത് UK അല്ലാന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ഇടയ്ക്ക് ചില സ്ഥലത്ത് സ്ട്രെസ് ചെയ്ത് പറയണത് പറയുന്നതാണ്. അതിന്റെ ഇപ്പൊ എനിക്ക് ആദ്യം വന്നപ്പോഴുള്ള പ്രശ്നം എന്താ പറയാ, ഇപ്പൊ ക്ലബ് ഹൗസിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അതൊരു ഞെട്ടലുണ്ടാക്കി ശരിക്കും പല മലയാളികൾക്കും. കാരണം അവര് അങ്ങനെ ഒരു
എല്ലാവരും വീട് വെക്കുമ്പോ പറവൂറ് ചാന്തമംഗലം ആലുവ എന്നൊക്കെ കേൾക്കണേ. അപ്പൊ അവര് മറ്റേ എന്താ പറയാ അബർഡീൻ, മറ്റേ ഹേഗ്, മറ്റേ മ്യൂണിക്ക് കേൾക്കാൻ അവർ ആഗ്രഹിക്കണേ. പിടികിട്ടിയ അപ്പൊ ശ്രീ അപ്പൊ 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 ഞാൻ അതുകൊണ്ട് ഞാൻ യു കെയിലേക്ക് വന്നല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും സ്ട്രെസ് ചെയ്യും ഞാൻ നാട്ടിലായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇതില് ഇപ്പൊ എനിക്ക് കിട്ടിയേക്കണ ഈ നോളജ് എല്ലാം എനിക്ക് നാട്ടിൽ ഇവിടെ വന്നിട്ട് കിട്ടിയാന്ന് എനിക്കില്ലേ. അല്ല അത് അത് ഭയങ്കര ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഈ അമേരിക്കൻ ലാബ്രഡോറും ജർമ്മൻ ഷെപ്പേർഡും മറ്റേ നമ്മുടെ ഓസ്ട്രേലിയൻ ടെറിയറും അങ്ങനെ എന്താ പറയുക പല രാജ്യങ്ങളിലെ പോമറേനിയനും നാടൻ പട്ടികളും തമ്മിലുള്ള കൈരളിയിൽ ക്യാമനാണ് ആരാണെന്നുള്ള മത്സരമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അത് ഒരു പുള്ളി ലോസ് ഏഞ്ചലസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോയിട്ട് ടൈപ്പ് തിയറി പഠിച്ചു. എന്നിട്ട് പുള്ളി വന്നു, പുള്ളിക്കൊള്ളാം. പക്ഷെ ഇവിടുന്ന് ആദ്യത്തെ ദിവസം പുള്ളി അത്യാവശ്യമൊക്കെ അടിച്ചു വിളിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ പുള്ളിനെ മാൻ വിത്ത് ഗോൾഡൻ പെനിസ് ആക്കി. പുള്ളി ഭയങ്കര വന്നു. അപ്പൊ സം ടൈപ്പ് പ്രൊഡക്റ്റ് ടൈപ്പ് കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും പുള്ളിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്ക് വട്ടായി എവിടെ കിട്ടി. അതായത് പുള്ളിയുടെ എക്സ് കൊളീഗിനെ ചോദിച്ചപ്പോ മറ്റേ എന്താ പറയാ ഈ ഡമാസ് മില്ലർ അൽഗോരിതം അറിയാവുന്നതാണ് അയാൾ ചോദിച്ചത്. ഇവിടെ കിട്ടിയ അപ്പൊ ഈ വട്ടാവും വേറെ ഒന്നും വേണോ? അല്ലേ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയല്ല അതിപ്പോ എന്താ പറയാ വെസ്റ്റിലുള്ളവര് ബുദ്ധിമാന്മാരും നാട്ടിലുള്ളവര് പൊട്ടന്മാരാന്നുള്ളൊരു തിങ്കിങ് നാട്ടിലുള്ളവർക്കും ഉണ്ട് വെസ്റ്റിലുള്ളവർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? വെസ്റ്റിലുള്ളവർ അത് റീഇൻഫോഴ്സ് ചെയ്യുക, നാട്ടിലുള്ളവര് അത് ഡിനൈ ചെയ്യാൻ നോക്കുമ്പോ ആൾക്കാർ കളിയാക്കും. നിനക്ക് അവനോട് അസൂയല്ലേ, നിനക്ക് എങ്ങനെയാണെങ്കിൽ പോകാൻ പറ്റാൻ എന്താന്നൊക്കെ ചോദിക്കും. അതിനിപ്പോ അവിടെ തന്നെ ഇല്ല, നാട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ചോദിക്കും നീ എന്തിനാ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യണം, ഇഫ് യു ആർ ദാറ്റ് സ്മാർട്ട് വൈ ആർ യു നോട്ട് ഇൻ മൈക്രോസോഫ്റ്റ് എന്ന് ചോദിക്കും. ചിസ്റ്റാഡാറ്റയിൽ ഞാനിങ്ങനെ മറ്റേ ക്വയറി എഞ്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനൊരു മാസമൊക്കെ കുത്തിയിരുന്ന അതിന്റെ കോഡിലൂടെയൊക്കെ പോയി ത്രെഡ് പൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മറ്റേ ഈ എങ്ങനെയാണ് പാഴ്സിങ് നടക്കണേ ഒരു മിനി SQL പാഴ്സറെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു പുള്ളി വേറെ ചോദിക്കുകയാണ് ഇയാൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇയാൾ എന്തിനാ ഇവിടെ നിൽക്കണേന്ന്. അപ്പൊ ഞാനിത് എന്ത് ചെയ്തു, എന്റെ കമ്പനിയിലേക്ക് ഒരാൾ ആമസോണിൽ നിന്ന് എടുത്തത്. അപ്പൊ ഇഫ് യു ആർ ഫ്രം ആമസോൺ വൈ ആർ യു കമ്മിങ് ചെയ്യാന്ന് ചോദിക്കണേ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിങ്കിങ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ AI കൊണ്ടൊക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഡു സംതിങ് ഹിയർ, ഗെറ്റ് ഇൻ ടു മൾട്ടിനാഷണൽ, ഗോ വെസ്റ്റ് ആയിരുന്നല്ലോ സ്ട്രാറ്റജി. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഉള്ളില് ഇപ്പൊ എന്റെ മോനോടൊക്കെ പറഞ്ഞു നീ ഇവിടെ തന്നെ ജീവിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോ അതൊരു എങ്ങനെയാണ് കറണ്ട് ഈ ഇപ്പൊ ഞാൻ പറയട്ടെ അറ്റ് ഏജ് ഓഫ് 53 how am I going to change my lifestyle just for a few years? Of course സൊസൈറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചേഞ്ച് വരുമായിരിക്കും. അല്ല അതിപ്പോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അധികം പ്ലാൻ ഇല്ലാത്ത, അധികം മോഡലിംഗ് ഇല്ലാത്ത ആൾക്കാർ ഇവൻച്വലി അവര് കറക്റ്റ് ആവും. ആ ഫിനോമിന കണ്ടിട്ടുണ്ടോ ചെറുതെ? അതുണ്ട്. അല്ല അത് സൊസൈറ്റി മാസത്തിന് വേണ്ടി അല്ല കറണ്ട് സ്റ്റേറ്റിൽ അവരായിരിക്കും സക്സസ്ഫുൾ. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ എന്ത് ചെയ്തു എന്ന് ചോദിച്ചൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്റ്റഡി നടത്തി. അതായത് ഒരു കമ്പനിയിൽ കാലങ്ങളോളം സ്റ്റേ ചെയ്യണമാണോ മൂവ് ചെയ്യണമാണോ സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ അതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. കുറെ ആൾക്കാർ മൂവ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കുറെ പേർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. തൽക്കാലം ടെക്നോളജി ഫോക്കസ് ആണെങ്കിൽ മൂവ് ചെയ്യണം ഇനീഷ്യലി, ഡൗട്ട് ഇല്ല. അല്ല അത് ആരില്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പക്ഷെ ആൾക്കാർ അളക്കുന്നത് എന്ത് ടെക്നോളജിയിൽ ചെയ്തു എന്നല്ലല്ലോ.
അല്ല അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എക്സംപ്ലറി വർക്ക് മറ്റേ ചെറുപ്പത്തിലേ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോയി കുറെ എന്റർപ്രൈസിൽ പോയിക്കപ്പോ. മനസ്സിലായേ? ഞാൻ ആ സിറ്റുവേഷനിൽ ജാവാസ്ക്രിപ്റ്റിലും ഈ മറ്റേ ഇഫൽസ് വാല്യൂ പ്രോഗ്രാമേഴ്സിന്റെ ഇടയിൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളതായിരുന്നു. അവർക്കൊക്കെ നല്ല പൊസിഷനും ഈഗോയും അവർ എക്സ്പെർട്ട് ആണെന്നുള്ള സാധനം വരുമ്പോ ഇവർക്കൊക്കെ സെക്കൻഡ് പീരീഡിൽ പ്ലേ ചെയ്ത് എനിക്ക് തന്നെ കൊഗ്നിറ്റീവ് ഡെലൂഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായത് സ്റ്റാർട്ട് തുടങ്ങിയപ്പോ. മനസ്സിലായ? അതിനു മുമ്പ് എനിക്ക് അറിയില്ല, കാരണം മറന്നുപോയി. കാരണം ചുറ്റും കാണുന്നത് ഇപ്പൊ ഞാൻ ഹയർ ചെയ്യാൻ വിളിച്ച് അപ്പൊ C++ ഒക്കെ ഇപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് ഗോ ഒക്കെ പഠിച്ച് ഞാൻ അങ്ങോട്ട് രക്ഷപ്പെടാൻ നോക്കാണ്. ഇനി എനിക്ക് C++ തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വടി കിട്ടിയോ? മനസ്സിലായി. ഇപ്പാണെങ്കിൽ എനിക്കൊരു ആൻസർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ഭാഗ്യത്തിന് എൻവയോൺമെന്റ് ഫോഴ്സ് ചെയ്ത് എന്നെ കൊണ്ട് മാറ്റിച്ചു. അതെ അല്ല അതാ ഞാൻ പറഞ്ഞ എൻവയോൺമെന്റ് നമ്മുടെ ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഞാൻ പണ്ട് വിചാരിച്ചത് പറയുമ്പോൾ ഐ വോണ്ട് പ്രോഗ്രാം ഇൻ എനി ലാംഗ്വേജ് അതർ ദാൻ C++ എന്ന് ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയപ്പോ ഞാൻ അവിടെ പിൽക്കാലത്ത് ജോലി ചെയ്തു. അവിടുത്തെ ഒരു പുള്ളി എനിക്കൊരു 2D CAD സോഫ്റ്റ്വെയറിൽ പുള്ളി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്ത സാധനങ്ങൾ ഇടാറുണ്ട്. പുള്ളി എന്നോട് അപ്പൊ ഞാൻ ചോദിച്ചത് ഏതിനാ എഴുതിയെന്ന് ചോദിച്ചു. അത് വിഷ്വൽ ബേസിക് ആണ്. ഓ അപ്പൊ അതിന്റെ എഞ്ചിൻ C++ ആണ്. അപ്പൊ വിഷ്വൽ ബേസിക് കൂടി അഡോപ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പ്രൊജക്ട് വന്നു. അപ്പൊ ഒരു പ്രൊജക്ട് വന്നപ്പോ ഞാൻ സിയിൽ കുറച്ച് കോഡ് എഴുതി. അത് കഴിഞ്ഞിട്ട് പേൾ എന്ന് പറഞ്ഞ ലാംഗ്വേജ് അതേ കോഡ് 4000 ലൈൻ സി എഴുതിയത് 500 ലൈനിൽ എഴുതി. അപ്പൊ എനിക്ക് മനസ്സിലായി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാവ പ്രൊമിനന്റ് ആയി. ലാസ്റ്റ് മറ്റേ ഈഗോ ഫോളോ ചെയ്ത് ഇന്റർനെറ്റ് C++ എന്ന് ഇട്ടായി. രണ്ട് C# 2 കൊല്ലം അഡോപ്റ്റ് ചെയ്തില്ല. പിന്നെ നോക്കി കഴിയുമ്പോൾ C++ ഒന്നും ജോലി കിട്ടാനേ വഴിയില്ല. അപ്പൊ C# എടുത്ത് കൂടെ ഇട്ട്. മനസ്സിലായേ? അപ്പൊ ഈ ഇപ്പൊ മറ്റേ പ്രശ്നം ഉണ്ടല്ലോ, അതായത് നമ്മള് ആദ്യ കാലങ്ങളിലൊക്കെ എന്നെ പറ്റിച്ച് ദൈവം. അതായത് മോർ യു ലേൺ മോർ അഡ്വാൻസ് യു ബിക്കം ആൻഡ് ഇൻകം ഈസ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ്. പക്ഷേ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് വന്നപ്പോ അത് അടിച്ചു കാട്ടിക്കളഞ്ഞു. ഒരു 2-3 കൊല്ലം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ഒരു കോർപ്പറേറ്റ് ഡൊമിനേറ്റഡ് വേൾഡിന് വേണ്ടി. ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ അത് പിൽക്കാലത്ത് മെന്റർ ചെയ്യുന്നവരൊക്കെ എന്നെ ആദ്യമേ പഠിക്കും. പിന്നെയാണ് എന്താ പറയാ ഈ ഡെസിഗ്നേഷൻ റോൾ ഡൈക്കോട്ടമി മനസ്സിലായേ. പിന്നെ പ്രൊപ്പൻസി ഏൺ ലേൺ സെപ്പറേഷൻ, അക്വിസിഷൻ മോഡല്, ഡെലിവറി മോഡല്, പിന്നെ അങ്ങനെ ഈ ഇവോൾവ് ചെയ്ത്, അതായത് ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തിനനുസരിച്ച്. അല്ല അത് അതിന് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്റെ അനിയനെയൊക്കെ പഠിപ്പിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത്. അപ്പൊ പുള്ളി എന്താണോ പെർസീവ് ചെയ്യണത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ ജയിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലായില്ലേ? അപ്പൊ ലേണിംഗ് ത്രൂ ആന്റി പാറ്റേൺ അങ്ങനെ കണ്ടുപിടിച്ചത്. ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് ഇതിനെ ലോജിക്കലി സൈസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കിട്ടിയ ഏതാ അല്ല പിന്നെ ഒരു കാര്യമുണ്ട്. ഈ ഇപ്പൊ പലപ്പോഴും പല ഡിഫിക്കൽട്ട് പ്രൊജക്ട് വരുമ്പേ ആൾക്കാരെ വിഷമം അഭിനയിക്കുകയാണ്. ശരിക്കും അവർക്ക് വിഷമമില്ല എന്നുള്ളതൊക്കെ നോക്കിയാൽ സൂക്ഷിച്ചു വെക്കാനൊക്കെ അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ പലപ്പോഴും ടഫ് പ്രൊജക്റ്റിൽ വന്നവരെ റിസൈൻ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ബോസിന് എന്തോ തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് ബോസിനെ നോക്കിയേ, പുള്ളി അഭിനയിക്കായിരിക്കും എന്നുള്ള. പിന്നെ ഫ്രെയിംഡായി. പിന്നെ അഭിനയം കാണാൻ പറ്റുള്ളൂ. എവിടെ കിട്ടിയ അപ്പൊ അതിപ്പോ ഈ പലപ്പോഴും ചോദ്യമുണ്ട്, സീനിയർ ആയിരിക്കുമ്പോ വാട്ട് യു വിൽ ഡു എന്ന് പറഞ്ഞ. ഒരു സീനിയർ ആയിരിക്കുമ്പോ എന്തായാലും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജോലി കഴിയാൻ അപ്പുറത്തെ തേങ്ങയായിരിക്കും. ഏത് സമയത്ത് റിസർവ് വേണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വർത്ത് വയലായിട്ട് ചെയ്യണമെന്നെങ്കിൽ ജോലി പണയം വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ജോലി പണയം വെക്കാൻ തയ്യാറല്ലെങ്കിൽ, അത് ഇത്രയും കാലം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ യു ആർ ഗോൺ. യു കാൻ ഡു എനിത്തിങ് വർത്ത് വയൽ. അതായത് ആവറേജ് കാര്യങ്ങൾ ചെയ്ത് മരിച്ചു പോവാം. അതിപ്പോ ഈവൻ ലാസ്റ്റ് കമ്പനി തന്നെ എനിക്ക് മനസ്സിലായി സാധനം എത്താൻ പോണില്ല, കാരണം ഇവരാരും പഠിക്കില്ലെന്ന്. അപ്പൊ അവരെ ഫയർ ചെയ്യും. ബാംഗ്ലൂരിൽ നിന്നാണ് എടുക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ അവരെ ഫയർ ചെയ്ത് എന്നെ ഫയർ ചെയ്യില്ല നമ്മുടെ ബോസ്. ഇവിടെ ഇല്ല. അപ്പൊ
അപ്പൊ എനിക്ക് ഗെയിം മനസ്സിലായി. അതായത് ഉള്ളവന്മാരെ വെച്ചിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അത്രയും നേരം ഞാനൊരു എന്റെ ബോസിന്റെ മുമ്പിൽ ഒരു നേതാവാണ്. ഞാൻ പതുക്കെ അങ്ങോട്ട് മാറി അവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഒരു ബില്യണയറും ഇവരും തമ്മിലുള്ള കൊളാബറേഷൻ ആക്കി മാറ്റി. ഞാൻ നിങ്ങളുടെ ഗുഡിന് വേണ്ടിയാന്നാക്കി. എവിടെ കുറെ കഴിയുമ്പോൾ അയാളും കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങിയമാര്. അപ്പൊ അപ്പൊ പിന്നെ ഞാൻ എന്താ വെച്ചാല് എന്താണോ ഈ ടീം വെച്ച് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് അത് ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ ജോലി പോട്ടെ എന്ന് വിചാരിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? അതിപ്പോ ഈ സ്റ്റാർട്ടപ്പിലോ ഏതെങ്കിലും സീനിയർ റോൾ എടുക്കുന്ന എല്ലാവർക്കും ഈ ഇമ്പരറ്റീവ് ഉണ്ടെന്ന് അതാരും പറയാത്തേന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ഇതൊന്നും സൈക്കോളജി ബുക്കിലൊന്നും എഴുതി വെക്കൂല. അതായത് ആൾക്കാരെ ഒരു ട്രാൻസിൽ നിർത്തിയിട്ട് വേണ്ടേ ഭരണം നടത്താൻ, അല്ലെങ്കിൽ ഓടാൻ. അപ്പോ അതാണ് അതിന്റെ കാര്യം. അപ്പൊ നമുക്ക് ഇതൊന്ന് വൈൻഡ് ചെയ്താലോ? ഓക്കെ. അപ്പോ ഇന്നത്തെ ചർച്ച ഡിജിറ്റൽ എപ്പിസ്റ്റമോളജിയാണ്. നമ്മൾ എപ്പിസ്റ്റമോളജി ആസ് സച്ച് പറഞ്ഞില്ല, പക്ഷെ കോൺസിക്വൻസ് ഓഫ് ലാക്ക് ഓഫ് എൻ എപ്പിസ്റ്റമോളജി, അതായത് സോ ഫാർ നോൺ ഹാസ് കം അപ്പ് വിത്ത് എ സിലിക്കൺ ബേസ്ഡ് എപ്പിസ്റ്റമോളജി. ഇനിയിപ്പോൾ അത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ അറിഞ്ഞൂടാ. ഇനി ഇപ്പോ എന്താ പറയാ, ഈ തിങ്കിങ് അബൌട്ട് ദ വേൾഡ് ഫ്രം എ ഹ്യൂമൻ പെർസ്പെക്റ്റീവ് ഉണ്ട്, തിങ്കിങ് ദ വേൾഡ് അബൌട്ട് ആൻ ഓട്ടോമേഷൻ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഒരു മെഷീൻ എങ്ങനെ വേൾഡ് കാണുമെന്ന് പറയാൻ പറ്റൂല, പക്ഷേ ബയാസസ് ആൻഡ് ഫാലസീസ് ഓഫ് ദി പേഴ്സൺ ഹു ഡിസൈൻ ദ ഓട്ടോമേഷൻ ക്യാൻ റിഫ്ലക്ട് ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഒക്കെ വിച്ച് ദേ ഡെവലപ്പ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഓർ ഈ അസിമോവിന്റെ 4 laws ഓഫ് റോബോട്ടിക്സ് പറഞ്ഞ മാതിരി റോബോ ഷുഡ് നോട്ട് ഹാം ഹ്യൂമൻ, അതിന്റെ ക്രിയേറ്റർ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ തിയറം ഇതുണ്ട്. അതേമാതിരി തന്നെ ഈ എയിലും അങ്ങനത്തെയൊക്കെ ഡിക്റ്റംസ് വരാം പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഗവർണൻസ് ആൻഡ് കംപ്ലയൻസ് ചിലപ്പോൾ ഈ അസിമോവ് ലോ ഓഫ് റോബോട്ടിക്സോ അല്ലെങ്കിൽ 10 കമാൻഡ്മെന്റ്സ് ഓഫ് റോബോട്ടിക്സ് അല്ലെങ്കിൽ 10 ക്രൈറ്റീരിയ ഓഫ് റോബോട്ടിക്സ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ആസ് ഹ്യൂമൻസ് വി ആർ മോസ്റ്റ്ലി അണ്ടർ ട്രബിൾ എന്നാണ്. ദ ലൈഫ് ആസ് വി സീ ഇറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ദ ഷോർട്ട് റൺ. ആ ചേഞ്ച് ആയിട്ട് കോപ്പപ്പ് ചെയ്യുമ്പോൾ ഓൾ ഓഫ് എ സഡൻ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ക്യാൻ ആക്ച്വലി ഗോ ആസ്ട്രേ. ഇനി വാട്ട് ഷുഡ് ബി ലേൺ എന്നുള്ളത് ഇപ്പോഴും ഒരു കൺസെൻസസ് എത്തിയിട്ടില്ല. ഇനി കുറെ ടാസിറ്റ് നോളജ് ഉണ്ട്, ഇനിയിപ്പോൾ അത് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? ഇനി അത് പറ്റിയില്ലെങ്കിൽ തന്നെ വെൻ ലാർജ് എമൗണ്ട് ഓഫ് പീപ്പിൾ കനോട്ട് കോപ്പ് അപ്പ് വിത്ത് ദ ചേഞ്ച് വിച്ച് ഈസ് കമ്മിങ്, ഹൗ ഇറ്റ് ക്യാൻ റിഫ്ലക്ട് families, individuals, families, groups, society and nations and humanity in general. ഒരു ഇഷ്യൂ ഉണ്ട്. അത് അതിനെക്കുറിച്ച് പ്രോഗ്രാമേഴ്സ് ആണോ ഇത് ചെയ്യണ്ടേ എന്നുള്ളത് ചോദിച്ചറിഞ്ഞൂടാ. പക്ഷേ ആസ് പ്രോഗ്രാമേഴ്സ് വി ലീവ് ഇൻ ദാറ്റ് എൻവയോൺമെന്റ്. അപ്പോൾ എൻവയോൺമെന്റിൽ നിന്ന് ഇൻഡിവിജ്വലിലോട്ട് ട്രേസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലാണ്ട് നമ്മൾ നമ്മുടെ നീഡിനനുസരിച്ച് വേൾഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പിസ്റ്റമോളജി എന്താണെന്നുള്ളത് ആൾക്കാർ നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ദർ ഇസ് എ നീഡ് ഫോർ എ ഡിജിറ്റൽ എപ്പിസ്റ്റമോളജി ഓർ എന്താ പറയുക, ഒരു നോൺ ഹ്യൂമൻ എപ്പിസ്റ്റമിക് ഏജൻസി, അല്ലെങ്കിൽ ഒരു എപ്പിസ്റ്റമിക് ക്രൈറ്റീരിയ ഫോർ വി ഷുഡ് ട്രീറ്റ് ഓട്ടോമേഷൻസ് ആസ് ഓർ ഏജൻസ് ആസ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ അതിന് ക്രൈറ്റീരിയ വെക്കുമോ? ഇനിയിപ്പോൾ അതൊക്കെ ആര് മോണിറ്റർ ചെയ്യും? അതെങ്ങനെ ചെയ്യും? ഇനിയിപ്പോൾ ഹൗ ക്യാൻ ആക്ച്വലി ഗെറ്റ് ഇൻ ടു അൽഗോറിതംസ് ബിഹേവിയർ? ന്യൂറൽ നെറ്റ്വർക്ക് ആണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ആണ്. അപ്പോൾ വാട്ട് എക്സ്പ്ലനേറ്ററി പ്രോബ്ലം ഉണ്ട്. പിന്നെ കൺസ്യൂമർ ഡിവൈസസിൽ വന്നു കഴിഞ്ഞാൽ ലീഗൽ ഇതുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇൻ ദ ഷോർട്ട് റൺ ആസ് എൻ ഓഗ്മെന്റേഷൻ ഡിവൈസേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇൻ IT and all, AI can be a partner. And AI dominant world is, അതായത് AI dominant world എന്ന് പറയാൻ പറ്റില്ല. AI as a partner വരുമ്പോൾ number of humans employed by large corporations might come down in the short run unless there are rampant bugs. അപ്പോൾ ഇപ്പൊ തന്നെ പല ഇൻഡസ്ട്രി, ഇപ്പൊ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലൊക്കെ പലതും ഇത് ചെയ്യുന്ന വെച്ചാൽ
when 100 bucks are fixed, 120 is being created so that okay, you live a life out of it. അപ്പൊ അതൊക്കെ അങ്ങനത്തെയൊക്കെ സ്ട്രേഞ്ച് കോൺസിക്വൻസ് ഉണ്ട്. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം. ശരത്തെ.